ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം. సరిగమ పదని సరిగమ పదని సని దబ మగరిద పద ప పద ప పద ప గమ పద ప సని దప పద ప పద ప పద ప గమ పద ప సని దప మప మ మప మ మప మ రి గ మప మ ని ద ప మ మప మ మప మ మప మ రి గ మప మ ని ద ప మ గా మగరి 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 స గమ పద ప గా మగరి 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 స గమ పద ప ని సని ద సని ద సని ద సని ద ప గమ పద ప ని సని ద సని ద సని ద సని ద ప గమ పద ప ద పద పద ని ద ప మ గమ సద పద పద ని ద ప మ గమ సద పద పద ని ద ప మ గమ సద పద పద ని ద ప మ గమ ప సరి గ ప ని ని రి 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 ని రి ని సా ని ప గ రి స ని సరి గ రి గ సరి గ రి గ సటి సని ద ప ని గ బ ని స ని ప గ బ గ రి గ స ని ద సటి సని ద ప ని గ బ ని స ని ప గ బ గ రి గ స ని ద స గ రి గ స రి ని ద రి బ గ బ రి గ స రి గ రి బ ని గ బ రి గ బ స ని ద బ ని ద రి గ ని ద ని బ గ రి గ ని స స ని స స ని స ని స స ని స స ని స ని బ ని బ ని 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 స స గ గ గ రి గ స రి ద ని స ని ద బ ని బ ని గ స ని ద బ ని బ ని గ బ గ బ రి గ రి గ స బ గ బ రి గ రి గ స ని ద ని ద రి గ బ ని స ని బ గ రి స ని ద స ని బ గ రి స ని ద రి గ రి గ బ ని స ని ద താൻ പുറത്തേക്കൊന്നും ഇറങ്ങില്ലേ? ഇല്ലച്ച, അച്ഛന്റെ അഭിപ്രായം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എനിക്ക് കുറെ കൂടി സമയം ആവശ്യമുണ്ട്. തന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലേ? ഇല്ലച്ച, മാറ്റം വരുത്താൻ കഴിയില്ല. അച്ഛന്റെ അനുവാദവും അനുഗ്രഹവുമാണ് എനിക്ക് ആവശ്യം. താൻ സ്വന്തം തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ തനിക്കൊരു സഹോദരിയുണ്ട്. അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ പിതാവെന്ന നിലയിൽ എനിക്ക് ആലോചിക്കാൻ അല്പം കൂടി സമയം തരും. മിസ്റ്റർ ജയൻ സാർ, നാളത്തെ പ്രോഗ്രാം എല്ലാം ചാർട്ട് ചെയ്തിട്ടുണ്ടോ? യെസ് സർ. മിസ്റ്റർ ജയൻ, എന്റെ കാര്യത്തെക്കുറിച്ച് അച്ഛൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിന് എതിർപ്പുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിശ്രവാദത്തെക്കുറിച്ച് ധാരാളം വേദികൾ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മിസ്റ്റർ രാജൻ അത്തരം ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടാകും. എങ്കിലും മിസ്റ്റർ ജയൻ, സമയം കിട്ടുമ്പോൾ എന്റെ കാര്യം സംസാരിക്കണം. തീർച്ചയായും.
താങ്ക് യു. ഗുഡ് ഈവനിങ് ചേട്ടാ. ഗുഡ് ഈവനിങ്. ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ? ശരി. ആ ലേബേഴ്സിന്റെ ഫയൽ ഏതാണ്? ആ മിസ്റ്റർ ജയൻ പോയിക്കോളൂ, രാവിലെ കാർ അയക്കാം. സർ, രാജന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തോ? ഒന്നും തീരുമാനിച്ചില്ല. ഉഷയുടെ കല്യാണത്തിന് ഇനി 2 ആഴ്ചയല്ലേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഇത്രയേറെ സമയം ഇതിനു മുമ്പ് എടുത്തിട്ടില്ല. ഒരുപക്ഷെ ഇതെന്റെ സ്വന്തം പ്രശ്നമായതുകൊണ്ടാവാം. രാജൻ ഒരു ഹരിജൻ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഉഷയെ വിവാഹം കഴിക്കാൻ പോകുന്ന സുരേഷിന്റെ കുടുംബക്കാർ ഈ ബന്ധത്തെ അനുകൂലിച്ചെന്ന് വരില്ല. അവരെതിർക്കുന്നതിൽ ന്യായമില്ല. ഹരിജൻ പെൺകുട്ടി വിവാഹം കഴിക്കുന്നത് മിസ്റ്റർ സുരേഷ് അല്ലല്ലോ. മിസ്റ്റർ ജയൻ, നിങ്ങൾക്കതൊന്നും മനസ്സിലാവില്ല. അവരൊക്കെ വലിയ തറവാടികളാണ്. എന്റെ ഇന്നത്തെ ഈ പദവിയും പ്രതാപവും കണ്ടുകൊണ്ടാണ് അവർ ഈ ബന്ധത്തിന് മുതിർന്നത് തന്നെ. അല്ലാതെ അവരുടെ പടിക്കകത്ത് കയറാനുള്ള യോഗ്യത എന്റെ കുടുംബത്തിനില്ല. നട്ടലിലുള്ള രാഷ്ട്രീയ നേതാവായിട്ട് താങ്കൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇക്കാര്യത്തിൽ മന്ത്രി എന്നതിനേക്കാൾ ഒരു പിതാവിന്റെ സ്ഥാനത്തിനാണ് ഞാൻ മുൻതൂക്കം നൽകുന്നത്. അല്ലെങ്കിലും സ്വന്തം കാര്യം വരുമ്പോഴാണല്ലോ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം കാലുമാറിയിട്ടുള്ളത്. ജയൻ, ജാതിയും മതവും ഇല്ലാതാക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, മിശ്ര വിവാഹം എന്ന ആവേശത്തോടെ എത്രയോ വേദികൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. പക്ഷെ സ്വന്തം കാര്യം വന്നപ്പോൾ എത്ര ലാഘവത്തോടെയാണ് അങ്ങ് കാലുമാറുന്നത്. മിശ്ര വിവാഹത്തെ അനുകൂലിച്ച് ഞാൻ പല വേദികളിലും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ മകനെ കൊണ്ട് അത് ചെയ്യിക്കാമെന്ന് ഞാൻ ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല. രാവിലെ കാറയക്കും. വേണമെന്നില്ല. അവസരത്തിനൊത്ത് കാലുമാറുന്ന മന്ത്രിയുടെ കീഴിൽ ജോലി തുടരണമെന്ന് എനിക്കൊന്ന് ആലോചിക്കണം. ഉഷമോളെ, വെഡിങ് കാർഡ്. 100 കുട്ടികളെ പ്രസവിച്ച് ദീർഘസുമംഗലിയായിരിക്കെ. അച്ഛാ, വെഡിങ് കാർഡ് പ്രിന്റ് ചെയ്തുകൊണ്ട് വന്നു. ആ, മോള് ഫ്രണ്ട്സിന് അയക്കാനുള്ളതെല്ലാം എടുത്തിട്ട് ബാക്കി ഓഫീസിൽ കൊണ്ടുവച്ചേക്കും. ഈ അച്ഛൻ എന്റെ കാര്യത്തിൽ മാത്രം ഒരു ശ്രദ്ധയില്ല. ആ, അതെന്താടോ താനങ്ങനെ അറുത്ത് മുറിച്ച പോലെ പറഞ്ഞു കളഞ്ഞത്? എന്നെ ഈ മോളെ ഇരട്ട പ്രസവിച്ചതല്ലേ, എന്നിട്ട് ഈ മോളുടെ വിവാഹം മാത്രം അച്ഛൻ ഫിക്സ് ചെയ്തു. ആ, അതാണോ കാര്യം? നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അത് അച്ഛൻ അസംബ്ലി പറയുന്ന മറുപടിയാ. എടോ, താനിപ്പോ പഠിക്കല്ലേ, തന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ആ, മഴ പെയ്യുകയോ പെയ്യാതിരിക്കുകയോ ചെയ്യാം. ഇതൊക്കെ ഞാൻ അച്ഛനെ പഠിപ്പിച്ചു തന്നിട്ടുള്ള മറുപടിയല്ലേ. ആ, പിന്നെ അസംബ്ലിയിൽ അവതരിപ്പിക്കാനുള്ള ചോദ്യോത്തരങ്ങളൊക്കെ ഞാനാണ് ശരിയാക്കി തരുന്നെന്നുള്ള കാര്യം ഇതുവരെ ഞാൻ ഒറ്റ പത്രക്കാരോടും പറഞ്ഞിട്ടില്ല. അച്ഛനല്ലേ എന്റെ പോരാളിക. അത് താൻ കലക്കി. അയാൾ നമ്മുടെ ഈ ലോകത്തൊന്നുമല്ല. പണ്ടൊക്കെ ചേട്ടൻ പറയുന്ന തമാശകൾ കേട്ടാണ് നമ്മൾ ചിരിച്ചിട്ടുള്ളത്. ഇപ്പോ നമ്മൾ എന്ത് വെടിപൊട്ടിച്ചാലും രാജന്റെ വിവാഹത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ ഈ നാട്ടുകാരനെയല്ല, പിന്നെ വേണമെങ്കിൽ ആകാന്ന് മാത്രം. മോളെന്ത് പറയുന്നു? ഞാൻ എന്ത് പറയാനാണ് അച്ഛാ? ഒരു ഹരിജൻ പെൺകുട്ടിയെ ചേട്ടന്റെ ഭാര്യയായി കാണാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഇല്ല അച്ഛാ, ചേട്ടൻ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നതല്ലേ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ സുരേഷിന്റെ കാര്യം? സുരേട്ടനും എതിർപ്പൊന്നും ഉണ്ടാകില്ലെന്നാണ് എന്റെ വിശ്വാസം. അപ്രതീക്ഷിതമായിരുന്നു ആ കണ്ടുകൊണ്ട്. ആ ഗ്രാമത്തിന്റെ ഹൃദയത്തോട് മനസ്സിലാക്കിയ ആ നാട്.
എത്ര മനോഹരമായിരുന്നു ആ ഗ്രാമം. കടലും കായലും കൈകോർത്ത് കിടക്കുന്ന ഗ്രാമം. കടലോളങ്ങളെപ്പോലെ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്ന മനുഷ്യർ, ഭാവ മനുഷ്യർ. കായലിൽ ഒരു പാലം ഉണ്ടാവുന്നത് അവരുടെ സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി അവരെല്ലാം ചെയ്തു. ആ സ്വപ്നം സാക്ഷാത്കരിക്കണമെന്ന് എനിക്കൊരു സ്വപ്നമുണ്ട്. മറ്റൊരു പാലം. നാടിൻ നാളം കാട്ടിത്തീയും തീനും നീട്ടി ഏലേലോ ചങ്ങാടത്തോണി ഒരു തീരം കാണാനേലും പോകുന്നേ. ചങ്ങാടത്തോണി ഒരു തീരം കാണാനേലും പോകുന്നേ. ൂടും പാവും പാകി ഊടും താരും നോക്കി ചൂരും നീരും തൂവി നോവിൻ നാഴം തേടി ഏലേലേലോ ചങ്ങാടത്തോണി ഒരു തീരം കാണാനേലും പോകുന്നേ. മുങ്ങാത്തോണി ഏലേലോ ചങ്ങാടത്തോണി
സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. ഇടവ ജനുവരി 5 ഇടവയും കാപ്പിലുമായി ബന്ധിക്കുവാൻ ഇടവക്കായൽ പാലം പണിയുവാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഈ പാലത്തിന്റെ നിർമ്മാണത്തോടെ ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നു. ഒടുവിൽ നമ്മുടെ ഭീമഹർജിക്ക് ഒരു അനക്കം ഉണ്ടായി. ഒരു ചായ ഇടവിട്ടൂരെ? അയ്യപ്പ, എനിക്കൂടെ ഒരു ചായ പറ. ദരിദ്രവാസി, അയാൾക്ക് ഒന്ന് കൊടുത്തേക്ക്. അയ്യപ്പൻ അറിഞ്ഞില്ല ഇടവക്കായൽ പാലം വരാൻ പോണ. അയ്യപ്പൻ ഇനി വേറെ വല്ല പണിയും നോക്കാം. പാലം വരാൻ പോണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കാലം കുറയായി. ഞാൻ ചത്തു കഴിഞ്ഞാലും ഇവിടെ പാലം വരില്ല. 1 കൊല്ലത്തിനകം ഇവിടെ പാലം വരും. ഞാൻ നോക്കിക്കോ. നമുക്ക് കാണാം. നോക്കിക്കോ. ഇതാണ്, ഈ ഭാഗത്താണ് പാറ കണ്ടെത്തിയിരിക്കുന്നത്. അതും ഒരു വിധത്തിൽ ഭാഗ്യമായി. റോഡിന് വേണ്ടി സ്ഥലമെടുക്കുമ്പോൾ ആരുടെയും പരാതി കേൾക്കണ്ടല്ലോ. ഈ പാലത്തിന്റെ കോൺട്രാക്ട് നാട്ടുകാരനായി എനിക്ക് തന്നെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഒറ്റ പൈസ പോലും ഞാനിതിൽ ലാഭം പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ ഒരു പാലം വരികയെന്നുള്ളത് നാട്ടുകാരായ ഞങ്ങളുടെ എല്ലാവരുടെയും ചിരകാല സ്വപ്നമായിരുന്നു. എന്താ ദാമു, പണിയൊക്കെ ഉണ്ടോ? രാജൻ, ദാമു ഇവിടുത്തെ തൊഴിലാളി പ്രവർത്തകരും നല്ലൊരു തൊഴിലാളിയുമാണ്. ഞങ്ങൾ ഇവിടെ ഒരു പാലം പണിയാൻ പോവുകയാണ്. നിങ്ങളെ പോലെയുള്ളവരുടെയൊക്കെ സേവനം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ പാലം പണിക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞങ്ങൾ ഒരുക്കമാണ്. ഇവിടെ ഒരു പാലം ഉണ്ടാകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമല്ലേ? ശരി, സമയമാകുമ്പോൾ ദാമുനെ വിളിക്കാം. ഞങ്ങൾക്ക് കുറച്ച് ജോലി ഇവിടെ ഉണ്ട്. വരട്ടെ. Who have defended landlords in Bihar? The burning down of Harijans huts in Bihar village seems to be a typical manner in which these problems are dealt with by police officials in eastern India. Over. കസ്തൂരി, പോകാം. ലതി, എനിക്ക് തുണിക്കട വരെ ഒന്ന് കയറണം. നീ കൂടി വാ. എന്റെ സത്യമോൻ പട്ടാളത്തിൽ നിന്നൊന്ന് ലൂവിൽ വന്നോട്ടടി. അവൻ വരുമ്പോ അവന്റെ കല്യാണം നടത്താം. ഇപ്പൊ ഇവിടെ ഉള്ളവരുടെ കല്യാണം നടത്തിക്കൂടെ? എന്റെ കല്യാണം കൂടി ഒരുമിച്ച് നടത്തണമെന്നാ എന്റെ വിചാരം. എന്തെങ്കിലും സംഭവിച്ച നാണക്കേട് ആർക്കാ? നിന്റെ മോളെ നിനക്ക് വിശ്വാസമാണ്. അല്ല, വിശ്വാസമാണെന്ന്. എന്നാ എന്റെ അനന്തരവനെ എനിക്കും വിശ്വാസമാണ്. അവര് വിവരമുള്ളവരാടി, അവർക്ക് തെറ്റുപറ്റത്തില്ല. അല്ല, മാമനും മാമിയും നല്ല സ്വരുമേലാണല്ല. ഞങ്ങളങ്ങനെ ചിലപ്പോ ഇടിച്ചവളുടെ പുറം ഞാൻ പൊളിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കും. ഇന്ന് മത്തി മാത്രമേ വന്നുള്ളൂ. ഞാൻ മാമനെ ഓർത്ത് മേടിച്ചതാ. മത്തി എങ്കിൽ മത്തി. ഇച്ചിരി മീൻ കൂട്ടായില്ല, എനിക്ക് ചോറൊന്നും കത്തില്ല. അല്പം പദം വന്നു തുടങ്ങിയതാ, വേഗം വെട്ടി കഴിക്കും. മാലു മേടിക്കാൻ പറഞ്ഞു വെച്ചതാ. മാലപ്പെണ്ണേ, മാലപ്പെണ്ണേ. എന്താ ചേട്ടാ? പിടിച്ചേ, അല്പം പെശകാണ്, വേഗം കൂട്ടാൻ പറ്റോ? ഈ ചേട്ടന് മത്തിയല്ലാതെ വേറെ ഒന്നും കിട്ടൂല. ഇവന്റെ ഗുണമൊന്ന് വേറെ ആര് പെണ്ണേ. ഇത് കസ്തൂരി അന്ന് വെച്ചാണ്. ഇതിനകത്ത് എന്ത് കുന്ത്രാണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ചേട്ടൻ കാണണ്ട, ഇങ്ങ് തന്നാ മതി. ഞാനൊന്ന് കാണട്ടെ. ചേട്ടാ, ഞാൻ നോക്കട്ടെ വേണ്ടേ. ഈ ചേട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. എങ്ങോട്ടാ പുറപ്പാട്? ഇന്നും ആരോടെങ്കിലും വഴക്കുണ്ടാക്കാനാണ് ഉദ്ദേശം? ചോദിച്ചത് കേട്ടില്ലേ? നിന്നെ പോലെ എത്ര ചെറുപ്പക്കാരുണ്ട് ഈ നാട്ടിൽ? അവരാരും ഇങ്ങനെ ഉഴപ്പി നടക്കുന്നില്ലല്ലോ. നിന്നെപ്പറ്റി പരാതി കേൾക്കാത്ത ദിവസമില്ല. ചാടിക്ക് കുറച്ച് പണം ഉണ്ടായിപ്പോയതുകൊണ്ട് എല്ലാവർക്കും എന്നോട് അസൂയാണ്. ഞാൻ എങ്ങോട്ട് ഇരുന്നാലും കുറ്റം തന്നെ. എന്നോട് ആർക്കും അസൂയ തോന്നുന്നില്ലല്ലോ. എല്ലാം നിന്റെ പ്രവൃത്തി ദൂഷ്യം കൊണ്ടാണ്. ഇന്നാൾ തന്നെ നീ ആ ദാമുന്റെ മേക്കെട്ട് കയറിയില്ലേ? എന്നെ തന്നെ അവനെ നോക്കിയിരിക്കണം. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ നീയല്ലേ കാരണക്കാരൻ? നാട്ടുകാരെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ കോളേജിൽ ചേർത്തത്. പ്രിൻസിപ്പലിനെ തല്ലിയിട്ട് നീ ഇങ്ങോട്ട് പോകും. അന്ന് നിന്നെ ലാപ്ടോപ്പിൽ അയക്കേണ്ടതായിരുന്നു. പ്രിൻസിപ്പലിന്റെ സുഹൃത്തായിരുന്നത് കൊണ്ട് ക്ഷമിച്ചു. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നീ ഇങ്ങോട്ട് പോന്നാൽ പിന്നെ പറയാം.
ഇടവാക്കായലിൽ പാലം വരാൻ പോകുന്ന പറയപ്പോ ആരും വിശ്വസിച്ചില്ല. ഇപ്പൊ എന്തായി? ഓ പത്രത്തിൽ വാർത്ത വന്നെന്ന് കരുതി അത് വല്ലതും നടക്കണമെന്നുണ്ടാ? വിശ്വസിക്കണ്ട. പാലം വരുമ്പോഴേ കേറി ഇറങ്ങി നടന്നോ. ആ വന്നാ നന്നായി. പാലം വരും എന്നുള്ള കാര്യത്തിൽ ആരും സംശയിക്കണ്ട. പക്ഷെ പാലത്തിന്റെ പണി നടക്കുമ്പോ നമ്മളെല്ലാവരും സഹകരിക്കണം. അക്കാര്യം ഞങ്ങളേറ്റ്. പാലം വന്നാ ഗുണം നമുക്ക് തന്നെയല്ലേ? ദാ പോകുന്നതാ എഞ്ചിനീയർ. കാശ് വിട്ടത്തരാ. സാറെങ്ങോട്ടാ? ഗാമല്ലേ? അതെ, ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. വന്നട്ടെ. ബാക്കി സ്ഥലം നാളെ കാണാം. ശരി സാർ. ഡാം വിളിക്ക് വരുന്നില്ലേ? ഇല്ല, ഞാൻ ഇനി ഒരു ദിവസം വരാം. അപ്പൊ ശരി, ഞാൻ വരട്ടെ. കൊള്ളാമല്ലോടാ. എടാ, അതാണ് ബാബു. കൊള്ളാം, നല്ല. നീ എന്താ നോക്കിയേക്കുന്നത്? എത്ര നേരം കൊച്ചു വട്ടിയും ചോദിച്ചു വെക്കുന്നത്? എവിടുന്ന് വരുന്നടാ? ശരിയാണല്ലോ അച്ഛനെ. അയ്യോ, എന്റെ വട്ടി ഇനി തരൂ, എനിക്ക് പോണം. അതെ, മാധവിയുടെ കാര്യം പറഞ്ഞു വെച്ചിട്ട് ഒത്തിരി കാലം. അയ്യോ, എന്നെ വീട്ടിൽ തിരക്കും, എനിക്കിപ്പോ പോണം. പോവാമല്ലോ. അയ്യോ, എന്റെ കയ്യിൽ വിടും, എനിക്ക് പോണം. അയ്യോ, വിടൂ, എനിക്ക് പോണം. അയ്യോ, വിടൂ. എടാ, ആ കപ്പ മുഴുവൻ തിന്നു തീർക്കരുത്. ഞാനിപ്പോ വരാം. ഈ റോഡിൽ ഒന്ന് മുട്ടുന്നിടത്താണ് നമ്മുടെ പാലമണി നടക്കാൻ പോകുന്നത്. അപ്പുറത്തെ റോഡുണ്ടല്ലോ, അത് ശങ്കരനാർ ഉണ്ടാക്കിയതാ. ആര്? കോൺട്രാക്ടർ? അതുണ്ടാക്കുകയും ചെയ്തു, അങ്ങനെ മരിക്കുകയും ചെയ്തു. ഓഹോ, ഇത് എന്റെ അമ്മാവന്റെ വീടാണ്. വിരോധമില്ലെങ്കിൽ ഒരു കയറാലോ. വന്നാട്ടെ. മാമ അറിയോ, ഇതാണ് പാലം പണിയാൻ വന്നിരിക്കുന്ന എഞ്ചിനീയർ സാർ. നമസ്കാരം നമസ്കാരം. ഇങ്ങോട്ട് പിള്ളേര് പറഞ്ഞു ഇവിടെ പാലം പണിയുന്നുണ്ടെന്ന്. ആദ്യം ഞാൻ വിശ്വസിച്ചില്ല, പിന്നെ ഇവൻ പറഞ്ഞേ പിന്നെ വിശ്വസിച്ചു. ജോലി തുടങ്ങുമ്പോ നിങ്ങളുടെയൊക്കെ സഹകരണം വേണം. അയ്യോ, അത് പിന്നെ പറയാനുണ്ടോ? എടി പെണ്ണ ചായ. അവളുടെ അമ്മ അനിയത്തിയുടെ വീട്ടിൽ പോയിരിക്കുക. അല്ലെ ഇതിനു മുമ്പേ ചായ വന്നേനായിരുന്നു. അതൊന്നും വേണ്ടെന്നേ. ഞങ്ങള് താഴ്ന്ന ജാതിക്കാരാ. ഞങ്ങളെ ചായ. എന്നാ ചായ കുടിച്ചിട്ടേ പോകുന്നുള്ളൂ. ഇതെന്റെ മോളാണ് കസ്തൂരി. 10ാം ക്ലാസ് ജയിച്ചപ്പോ അവക്കടെ ചേട്ടൻ പട്ടാളത്തിൽ നിന്ന് എഴുതി അവളെ അച്ചടി പഠിപ്പിക്കണമെന്ന്. എന്താന്നാണ് അതിന് പേര് പറയുന്നത്? ടൈപ്പ് റൈറ്റിംഗ്. അത് തന്നെ. ആദ്യത്തെ പരീക്ഷയ്ക്ക് ജയിച്ചു. ഇനി ഒരു വല്യക്കാരുടെ പരീക്ഷയുണ്ട്, അതിന് പഠിക്കുക. ചായ കൂടെ കൊടുക്കടി. കേട്ടോ സാറേ, ഇവൻ 10ാം ക്ലാസ് എഴുതി 3 പ്രാവശ്യം തോട്ടുടനെ പഠിത്തം നിർത്തി. ജയിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും സർക്കാർ ഉദ്യോഗം കിട്ടുമായിരുന്നു. ഇവളുടെ ചേട്ടൻ 10ാം ക്ലാസ് എഴുതി പാസ്സായി ഉടനെ പട്ടാള ജോലി. മാമന്റെ ലാത്തി കേട്ട് സാറിന് ബോറടിച്ചു തുടങ്ങി. എനിക്ക് ബോറടിയൊന്നുമില്ല, അമ്മ പറയണം. ഇനിയും ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. ഞാൻ വരട്ടെ. അയ്യോ, ചാത്തമ്മേലെ പരിചയപ്പെടാത്തില്ല. ഞാൻ ഇനിയും വരാം. സങ്കടം. പോട്ടെ. ദാമു വരുന്നില്ലേ? വരുന്നു. ഒന്ന് ചിന്ന, രണ്ട് ചിന്ന. എന്തോന്ന് ചുമ്മാ ഇരിക്കട, അങ്ങനെ നേരം പോയൊരു പോക്കേ. എന്നെ കാണാൻ ഞാൻ മനുഷ്യ മഴിക്കണ്ണം നട്ട് നിൽക്കുകയായിരിക്കും. ഞാൻ പോട്ടെ അടി വന്നു.
നീ എന്തിരിപ്പാ ദാമോദരായിരിക്കുന്നത്? പിള്ളേരാണെങ്കി 6 എണ്ണമായി. നീ ഇങ്ങനെ ജോലിയും പണിയും ചെയ്യാണ്ടിരുന്നാലോ? അതുങ്ങൾക്ക് തീറ്റ കൊടുക്കണ്ടായോ? ആ വാഗീര് തമ്പുരാൻ എരേം തരും ചാച്ചി. അതും പറഞ്ഞോണ്ടിരുന്നു. കൊടുക്കം മുറ്റത്തെ മണ്ണ് വാരത്തുനിന്ന് വിശപ്പ് തീർത്താ മതി. ചാച്ചി ഈ കാലിലോട്ട് നോക്കിക്ക്, കാല് നിറയാണിയാ. ഈ കാല് തറയിലോട്ട് ചവിട്ടിയിട്ട് വേണ്ടേ കിളയം പണി ചെയ്യാൻ. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഒരു സൗദേ, മന്റെ മൂത്ത മോളെന്തിയെ? ചേട്ടനെ നീ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നീ ധൈര്യമായിരിക്കും. ഒരിക്കൽ നിന്നെ ഞാൻ വിളിക്കും. ഞാൻ എപ്പോൾ വിളിച്ചാൽ നീ ഇറങ്ങി വരുമോ? വരാം. സത്യം? സത്യം. അതാണെങ്കിൽ വയസ്സിൽ കൂടുതൽ വളർച്ചയായി. ആരുടെയും കൂടെ ഓടിപ്പോണതിന് മുമ്പ് കെട്ടിച്ചയക്കണം നിങ്ങൾക്ക് വല്ല വിചാരവും ഉണ്ടോ? എല്ലാം വിധി പോലെ വരും. ഞാൻ പോട്ടടി. അവക്കടെ ഭർത്താവിനാണെങ്കിൽ ഒരു പണി എടുക്കാറില്ല. പിള്ളേരാണെ കയ്യിലും കളിയും മാതിരി 6 എണ്ണമായി. ഈ കണക്കിന് കുടുംബാസൂത്രക്കാര് തോറ്റു പോകത്തേ ഉള്ളൂ. എന്തിനാണ് ഇത്രയേറെ പിള്ളേരുണ്ടായിട്ട്? അതുങ്ങൾക്കൊക്കെ ചെലവിന് കൊടുക്കണ്ടേ? ഇത് എന്റെ കാര്യം നോക്കും. ഒരാണ് ഒരു പെണ്ണു, അത് മതിയെന്ന് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു. നിങ്ങളെന്തിനാ മനുഷ്യ കിണറ്റിനകത്ത് നിറഞ്ഞു വരുന്നേ? നിന്റെ പുന്നാര അനിയത്തിയുടെ മക്കളെ ഒരു തന്തയിലാഴിയ എന്റെ കെണ്ടി വലിച്ച് കിളത്തിലെറിഞ്ഞ കണ്ടില്ലേ? പിന്നെ നീ മക്കളെ കാര്യം പറഞ്ഞപ്പം കഥമേ എനിക്കൊരു പൂതി. ഞാൻ പെറ്റ് കാണാനായിരിക്കും. വേണ്ടാനും പറഞ്ഞാലുണ്ടല്ലോ പൂതിയും കൊണ്ട് വന്നിരിക്കുന്നു. ഒന്ന് വെറുതെ ഇരിക്കും മനുഷ്യന്. അടുക്കളയിൽ ഒരു 100 കൂട്ടം ജോലി കിടക്കുന്ന ഒരു പൂതിയും കൊണ്ട് വന്നിരിക്കുന്നു. കൊണ്ടുപോകോ ദ്രോഹി. പിന്നെ ഒന്ന് മുട്ടിയൂരി പോന്നെ വരച്ച് തേയ്മാനൊന്നും പറ്റില്ല. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യം പറയാൻ പാടില്ല, പ്രവർത്തിക്കാം. ഞാനും ആ കയ്യേലൊന്ന് പിടിച്ചോട്ടെ. നിന്റെ വീട്ടിലുള്ളവരുടെ കയ്യെ ചെന്ന് പിടിച്ചാ മതി. എടി പെണ്ണേ, ബാബു ആളല്പം പെശകാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ സംസാരിച്ചത്. ഇനി സംസാരിക്കുന്നത് എന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പായിരിക്കും. യെസ്, കം ഇൻ. ജോലി തിരക്കിലാണോ? ഞാൻ ഉടനെ പോയേക്കാം. നമുക്ക് ഓർഡർ വന്നു. ഇത്ര പെട്ടെന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. ഞാനും. നമുക്കൊരാഴ്ചക്കുള്ളിൽ ജോലികൾ ആരംഭിക്കാം. എന്റെ ജോലികൾ എത്ര മുൻപ് ആരംഭിച്ചു കഴിഞ്ഞു? ചുണ്ടയ്ക്ക് 2 ഓടുമ്പോ തുടങ്ങി. അല്ല, എത്ര നേരം ഇങ്ങനെ സഹിച്ചോണ്ട് നോക്കിയിരിക്കും എന്റെ സൗദേ? ഇപ്പൊ അങ്ങനെ ഇരുന്നാ മതി. നിങ്ങളെ സഹിയേട് സഹിച്ചാ മുറ്റത്ത് 6 എണ്ണം ഓടിക്കളിക്കണത്. ഇതിനൊക്കെ തീറ്റിപ്പറ്റേണ്ടത് ഞാനാ. എന്റെ സൗദേ, പോണ്ടോ മനുഷ്യനെ? പോയി എന്തെങ്കിലും ജോലി എടുക്കാൻ നോക്ക്. ആ പിള്ളേര് പുറത്തുനിന്ന് കളിക്കുന്ന വിചാരമൊന്നും ഇല്ലാണ്ടാണ് ശൃംഗരിക്കാൻ വരുന്നത്.
ആ നിനക്ക് വേണ്ടെങ്കി വേണ്ട, എന്തെങ്കിലും ഒരു പണി ചെയ്യാമെന്ന് വിചാരിച്ച അവളെ സമ്മതിക്കണ്ടേ? ഒന്ന് വെറുതെ ഇരിക്കൂ ചേട്ടാ. എന്നാൽ അതൊന്ന് കാണുമല്ലോ. ഈ ഇക്കിളിയൊന്നും സമ്മതിക്കല്ലേ? ഗുഡ് മോർണിംഗ് ടൈപ്പ്റൈറ്റർ. എന്റെ പേര് അതല്ല. അറിയാം, പേരെനിക്ക് ഇഷ്ടപ്പെട്ടു. ആളിനെയും. ഞാൻ പോട്ടെ. കടത്തുവഞ്ചിൽ നിന്നും സൂക്ഷിച്ചിറങ്ങണം. ഇന്ന് പിടിച്ചു കിട്ടാൻ ഞാനുണ്ടാവില്ല. കടത്തുവഞ്ചിൽ നിന്നും സൂക്ഷിച്ചിറങ്ങണം. ഇന്ന് പിടിച്ചു കിട്ടാൻ ഞാനുണ്ടാവില്ല. സ്വപ്നം എങ്ങനെയുണ്ടായിരുന്നു? ആളാരാ? ചുമ്മാ ഇരിക്കുന്നത്. താൻ കാര്യം അറിഞ്ഞു? നമ്മുടെ എഞ്ചിനീയറും ആ ചോദ്യപ്പൊലേന്റെ മോളുമായിട്ട് അല്പ ലൈനാ. വേണ്ടാത്ത പറയല്ലേട്ടാ, ആ ദാമുവിന്റെ ചെവിലങ്ങ് കേക്കണ്ട. ഞാൻ കണ്ടത് പറഞ്ഞതേ ഉള്ളൂ. താൻ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചു. സാറിനെ ഈയിടെ കാണാറില്ല. അപ്പോ എന്നെ പറ്റി ഓർക്കാറുണ്ട്. അല്പം തിരക്കിലായിരുന്നു. പാലത്തിന്റെ പണി കൊണ്ടുപിടിച്ച് നടക്കുകയാണല്ലേ? പാലം പണി തീർന്നാ സാർ ഇവിടുന്ന് പോവല്ലേ? പോവും, പക്ഷെ വീണ്ടും തിരിച്ചു വരും. അതെന്തിനാ? ഈ നാട്ടിൽ മറ്റൊരു പാല അപകടത്തിലാണ്. അതൊന്ന് പുതുക്കി പണിയണം. അതേത് പാലമാണ്? ഈ നാട്ടിൽ വേറെ പാലമൊന്നും ഇല്ലല്ലോ. ഉണ്ട്. എനിക്കറിയില്ല. ഈ പാലം. ഞാൻ പോണ്. 1 മിനിറ്റ്, ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ. അയ്യോ, ആരെങ്കിലും കാണും. കാണട്ടെ. ചിരിക്കൂ. ചിരി കൊടുത്തു. ഓക്കെ ഓക്കെ. കണ്ണറിയാം. അങ്ങനെ തന്നെ. ഓക്കെ. ഇനി ഞാൻ പോട്ടെ. പോയിക്കോളൂ. എന്റെ കസ്തൂരി ഇതിനകത്തുണ്ട്. എനിക്കൊന്നും കാണാൻ.
ഇടവക്കായലിൻ അയൽക്കാരി അറബിക്കടലിൻ കളിത്തോഴി ഇടവക്കായലിൻ അയൽക്കാരി അറബിക്കടലിൻ കളിത്തോഴി ഗ്രാമീണതയുടെ ആടകളണിയും പെൺകുളമേവിൻ മണ്ഡലമേ ഇടവക്കായലിൻ അയൽക്കാരി അറബിക്കടലിൻ കളിത്തോഴി ചുവന്ന പൂവുകൾ അഴകിൽ വിടർത്തി ഋതുമതിയായി നീ എന്നാലും ചുവന്ന പൂവുകൾ അഴകിൽ വിടർത്തി ഋതുമതിയായി നീ എന്നാലും മംഗല്യമാകാത്ത മഞ്ജുളാങ്കി നിന്റെ കസ്തൂരി ഗന്ധം നുകരട്ടെ നിൻ കളിത്തോണികൾ തുഴയും ഞാൻ നിൻമുടി തീരികൾ തഴുകും ഞാൻ നിൻ കളിത്തോണികൾ തുഴയും ഞാൻ നിൻമുടി തീരികൾ തഴുകും ഞാൻ ഇടവക്കായലിൻ അയൽക്കാരി അറബിക്കടലിൻ കളിത്തോഴി തൻ കണികൾ നിരത്തി കളഭവുമായി നീ നിൽക്കുമ്പോൾ നിറഞ്ഞ തൻ കണികൾ നിരത്തി കളഭവുമായി നീ നിൽക്കുമ്പോൾ വേണാടിൻ സീമന്ത തമ്പുരാട്ടി നിന്റെ പൊന്നമ്പല നടയിൽ വന്നോട്ടെ നിൻമണിനാദത്തിൽ ഉണരും ഞാൻ നിൻ ഗായത്രി അലിയും ഞാൻ നിൻമണിനാദത്തിൽ ഉണരും ഞാൻ നിൻ ഗായത്രി അലിയും ഞാൻ ഇടവക്കായലിൻ അയൽക്കാരി അറബിക്കടലിൻ കളിത്തോഴി ഗ്രാമീണതയുടെ ആടകളണിയും പെൺകുളമേവിൻ മണ്ഡലമേ ഇടവക്കായലിൻ അയൽക്കാരി അറബിക്കടലിൻ കളിത്തോഴി കുളിക്കാൻ പോകാൻ ഒരുങ്ങണോ? പൂവാലന്മാരെ നിരാശപ്പെടുത്തേണ്ടെന്ന് കരുതിയല്ലേ? പെണ്ണിന് സൂക്കേടത്തിൽ കൂടുന്നുണ്ട്. പിന്നെ പിന്നെ പിറന്നാളായിട്ട് ചേച്ചിയുടെ ഒരു ഗമ. വാ. ചേട്ടൻ കസ്തൂരി ചേച്ചി തൊട്ടിട്ടുണ്ടോ? ഒന്ന് വെറുതെ ഇരിക്കട്ടോ പെണ്ണെ. കഴിഞ്ഞ പ്രാവശ്യം സത്യേട്ടൻ വന്നപ്പോ എനിക്കൊരു സാധനം തന്നല്ലോ. എന്ത്? ഇത് പെണ്ണ് മഹാ ചേട്ടയായി പോയി. ദേഷ്യപ്പെടുമ്പോ കാണാൻ കൊള്ളാം. എന്റെ ചേട്ടൻ പാവാണ് കേട്ടോ. ചേട്ടനോട് ഇങ്ങനെ ദേഷ്യപ്പെടരുത്. സത്യേട്ടൻ വരട്ടെ, നിന്നെ മര്യാദക്കെടുത്താൻ ഞാൻ പറഞ്ഞോളാം. എന്റെ ചേട്ടനോട് ഞാനും പറഞ്ഞോളാം. ഒന്ന് പതുക്കെ നടക്കൂ ചേച്ചി. ഈ ചേച്ചിക്ക് അല്ലെങ്കിലും ഭയങ്കര സ്പീഡാ. നിന്നെ പോലെ ഉറുമ്പേഴണമാര് നടന്നാലേ ഉച്ചപൂജ കഴിഞ്ഞാലും അമ്പലത്തിൽ പോലും നടക്കില്ല.
പാവം ചേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. ഇന്ന് ചുമ്മാ ഇരിക്കുന്നു. ആഹാ. വഴി മാറി നിൽക്കൂ. എന്തോ? വഴി മാറി നിൽക്കാൻ. ഓ ഓ. പിന്നെ ഞാനും ഈ നാട്ടുകാരനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണം. പറ്റി. നീ ആ നേതാവിന്റെ പെങ്ങളെ അത്ഭുതപ്പെടാനില്ല. സരസ്വതി നാമമേ വായെന്ന് വരും. വഴി മാറും, ഞങ്ങൾക്ക് പോകണം. എഞ്ചിനീയർ അല്ലെങ്കിലും അല്പസ്വല്പം കൈക്കാട്ട് പണിയൊക്കെ എനിക്ക് വരും. അത് മനസ്സിലാക്കിയിരുന്നു. വയ്ക്കോ. എന്തു പറ്റി? ഈ കുട്ടിയേതാ? ദാമുവേട്ടന്റെ അനിയത്തി മാലു എന്നാ പേര്. പതിവില്ലാത്താണല്ലോ രാവിലെയുള്ള നീരാട്ട്. ഇന്ന് കസ്തൂരി ചേച്ചിയുടെ പിറന്നാളാ. ഇതുവരെയുള്ള പാവൊക്കെ കഴുകിക്കളയാൻ പാവനാശത്തിൽ മുങ്ങാൻ പോയതാ. ഓ, അപ്പൊ രണ്ടുപേരും പാപം ചെയ്തിട്ടുള്ളവരാണല്ലേ? ഏയ്, ഞാനൊരു പാവം ചെയ്തിട്ടില്ല. പിന്നെ ചേച്ചിയുടെ കാര്യക്കറിയില്ല. ഏതായാലും പിറന്നാളായിട്ട് അറിയിച്ചില്ലല്ലോ. ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ സാർ. എന്നാലും ഉച്ചയ്ക്കൊരു സദ്യ ഉണ്ടാവും. അമ്പലത്തിൽ നിന്ന് എത്തിച്ചോണ്ട് വരുന്ന പായസം കൊടുക്കാന്ന് പറയൂ മാലു. സാറ് കേട്ടില്ലേ? എനിക്ക് ഇംഗ്ലീഷിൽ പറയാൻ അറിഞ്ഞൂടെ? പോട്ടെ. ആ സാറിനെ കാണാൻ നല്ല ഭംഗി. നീ തല്ലു മേടിക്കാറായിട്ടുണ്ട്. ഒന്ന് വേഗം നടക്ക്. നല്ല കാര്യം പറഞ്ഞാലും ഈ ചേച്ചിക്ക് പിടിക്കൂല. ആ, എന്റെ ചേട്ടന്റെ കഷ്ടകാലം. ചാത്തമ്മോ, ചാത്തമ്മേ. സാധനങ്ങൾക്ക് തീ പിടിച്ച വിലയാടി. ഇത്രയും പോന്ന കായ്ക്ക് 65 കായ്. പിന്നെ എന്ത് വന്നാലും ഇത്തവണ കസ്തൂരിയുടെ പിറന്നാൾ കെങ്കേമോ ആക്കണം. പിന്നൊരു കാര്യം, കഴിഞ്ഞ കൊല്ലത്തെ പോലെ കുടിച്ചോണ്ട് വരരുത്. അത് നമ്മളെ സത്യമവും പട്ടാളത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ കറുത്തത് കുടിച്ചോണ്ടല്ലേ? കൊണ്ടുപോയ കായന് മുഴുവനും സാമാനം മേടിച്ച ഉണമ്പലാണ്. ഒറ്റ കായ് പോലും ബാക്കിയില്ല. ഞാനൊന്ന് നോക്കട്ടെ. പിന്നിതാ ഇതാ പനനീര്. സദ്യ കഴിഞ്ഞ് തലയിൽ തളിക്കാനെ കൊണ്ടാ. ഞാൻ തന്നെ തൊളിച്ചേക്കാം. പാനനീരും കൊണ്ടുവന്നിരിക്കും. എത്ര കായ് കൊണ്ടുപോയാലും ബാക്കി കൊണ്ടുവരും. ചേച്ചി പൊയ്ക്കോളൂ, ഞാൻ വീട്ടിലൊന്ന് കയറിയിട്ട് ഉടനെ വരാം. ഇങ്ങോട്ട് വന്നേ, ആൾക്കാരൊക്കെ കണക്കെടുക്കണ സാറ് വന്നിരിക്കുന്നു. സാറാ? ഈ ചാത്തമ്മേ, നമ്മളെ സാറ് ഇതേ സെൻസാർ എടുക്കുന്ന സാറല്ല, നമ്മളെ പാലമണിന്ന് എഞ്ചിനീയറാ. നീ പോയൊരു ചായ ഇട്ടോണ്ട് വാ. അതാ, ചായ ഒന്നും വേണ്ട. സാറ് ഇന്നാളെ ഞങ്ങളുടെ കൂടിയെന്ന് ചായ കുടിച്ചെന്ന് കസ്തൂരി പറഞ്ഞു. സാർ ഇരുന്നാട്ട്, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. ആ, ഇവിടെ പിറന്നാളാണെന്നോ പായസം ഉണ്ടെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. ആ, രാമ പറഞ്ഞിരിക്കും. അല്ല, രാവിലെ കസ്തൂരിയെ കണ്ടിരുന്നു. അവള് കുളി കഴിഞ്ഞ് അമ്പലത്തിൽ പോയിരിക്കാം. ഇപ്പൊ ഇങ്ങ് വരും. സാർ ഇരുന്നാട്ട്. അല്ല, ഞാൻ പോവാണ്. ഇത് പിറന്നാൾ സമ്മാനമായി കസ്തൂരി കൊണ്ടുവന്നാണ്. ഞാൻ വരട്ടെ. എന്നാലും സാറ് വരുമെന്നൊരു വാക്ക് ആ കസ്തൂരി പെണ്ണ് പറഞ്ഞില്ലല്ലേ? വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. സാറ് നിൽക്കാതെ പോകുന്നത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. സാരമില്ല, ഞാൻ ഇനിയും വരും. എന്നാ സാറ് പോവല്ലേ? എന്നാ ശരി, അമ്മാൻ പോയിക്കോളൂ. എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ.
ഇതുപോലെ തങ്കപ്പെട്ട ഒരു മനുഷ്യൻ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയില്ല. ആളായാലും വേണ്ടില്ലായിരുന്നു. നീ എന്ത് ഭാവിച്ചോണ്ട് അടി നടക്കണേ? കുറനാളായിട്ട് ആ സാറിനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു തള്ളി ചായ കൊണ്ട് കൊടുക്കാൻ ഇവിടെ ആളുണ്ടാ? എത്ര നേരം വെച്ചാ കാത്തിരിക്കണേ? സാധാരണപ്പെട്ട ആളാ മറ്റാണോ? ആ പായസം ഒരു ഗ്ലാസ് പകർന്ന് അങ്ങോട്ട് കൊണ്ട് കൊടുക്ക്. അച്ഛനും സാറും കൂടാ പോയേക്കണേ. കുറനാളായിട്ട് സാർ നിനക്കൊരു സമ്മാനം കൊണ്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പായസം ക്ഷമിക്കുക സ്തുതി, അതിനകത്ത് സംഭവിച്ചു പോയി. എന്നെ വിശ്വസിക്കും, ഞാൻ നിന്നെ ഒരിക്കലും ചതിക്കില്ല. അമ്മാവൻ വിമാനത്തിൽ കയറിയിരിക്കുകയാണെന്ന് തോന്നണ്, ഇരിപ്പ് കണ്ടിട്ട്. അയ്യാ, നേരം ഇത്ര ആയ? ഞാൻ ആ കസ്തൂരിപ്പള്ളിലെ പുറനാള സദ്യ ഉണ്ടോണ്ടിരുന്ന ഇരിപ്പാ. അങ്ങ് ഉറങ്ങിപ്പോയി. നീ എന്താണ് ഉച്ചയ്ക്ക് സദ്യ ഉണ്ണാൻ വരാഞ്ഞത്? പാരമണി കൊണ്ടുപിടിച്ച് നടക്കും അമ്മാവ. നിന്ന് തിരിയാൻ നേരം കിട്ടുന്നില്ല. പിറന്നാൾ സദ്യ ഉണ്ണാൻ വന്നാ ഇന്നത്തെ ജോലി നടക്കില്ല. പെണ്ണേ, രാമനുള്ള ദിവസം പായസം കൊടുക്ക്. ആ പാലമ്പളിയൊക്കെ എങ്ങനെയുണ്ടാ? പണി കാര്യമായിട്ട് നടക്കുന്നു. സിമന്റ് കിട്ടാൻ ഒരു ദിവസം താമസിച്ചത് കൊണ്ട് അന്നല്പം മന്ദഗതിയിലായിരുന്നു. ഇപ്പോ നിവരാൻ നേരമില്ല, അത്രയ്ക്ക് പണിയാ. കസ്തൂരി
പുതിയ മോതിരമൊക്കെ മേടിച്ചല്ല. അമ്പലത്തിൽ പോയപ്പോ പെട്ടിക്കടക്കാരനോട് മേടിച്ചതാ. തണുത്തുപോയി. എന്നാലും നല്ല സ്വാദുണ്ട്. കഴിഞ്ഞ പിറന്നാളിന് സത്യമോനുണ്ടായിരുന്നു. ആ അവന് ലൂബ് കിട്ടിയാലേ വേണക്കൊ. സത്യന്റെ എഴുത്തൊന്നും വന്നില്ലേ മാമ? എഴുത്ത് വിടൊരു കുന്തവുമില്ല. ഒരു 100 രൂപ കസ്തൂരിപ്പെണ്ണ് അയച്ചു. പണി കയറിയിട്ട് കുളിച്ചില്ല. ഞാൻ പോയണമ്മ. പിറന്നാൾ സദ്യ ഉണ്ട് ദഹിക്കാൻ. ഒരു 2 രൂപ കായ് തരാൻ പട്ടിയില്ല. എന്റെ സത്യമോ വന്നിട്ട് വേണം എല്ലാം നീർവീഴ്ചയും മാറ്റാൻ. മണിയാറോ കത്തോ? അല്ല, കത്താണ്. മണിയാറായിരുന്നു ഈ തുകയെങ്കിലും അറിയായിരുന്നു. ഇതിനകത്ത് എന്ത് കുന്തമാണെന്ന് ആർക്കറിയാം. ആ കസ്തൂരിപ്പെണ്ണാണെങ്കിൽ അച്ചടി പഠിക്കാൻ പോയിരിക്കുക. വിവരം അറിയാൻ എന്താ ഒരു മാർഗം? ആ മാലിപ്പെണ്ണെ കൊണ്ട് വായിപ്പിക്കാം. മാലിപ്പെണ്ണേ ഇതാണ്ട ഈ കത്തൊന്ന് വായിച്ചേ. സത്യമോന്റെ കഥ. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും കസ്തൂരിയും വായിച്ചറിയുവാൻ കത്തിന് എഴുതുന്നത്. ഈ മാസം 15-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടും. 20-ാം തീയതി അവിടെ എത്തും. 2 മാസത്തെ ലീവുണ്ട്. ഇപ്രാവശ്യം കസ്തൂരിയുടെയും ദാമുവിന്റെയും എന്റെയും മാലുവിന്റെയും വിവാഹം നടത്തണം. പെണ്ണിന്റെ ലജ്ഞ കണ്ടില്ലേ? പൊന്നുമോൻ ലൂവിന് വരുമ്പം കൊണ്ടുവരണ കറുത്ത കള്ളു കുടിച്ചിട്ട് വേണം അച്ഛന്റെ നീരുവീഴ്ച മാറ്റാൻ. ഒന്ന് വേഗം വേണം മക്കളെ. എന്റെ മോനെ, നീ വരാൻ താമസിച്ചപ്പോ അമ്മയുടെ നെഞ്ചു പടപടാന്ന് അടിക്കുകയായിരുന്നടാ. ഓ, ഇനി തള്ളയുടെ ഒരു പൂക്കണ്ണീര് പ്രവാഹമുണ്ട്. നീ പോടാ, സ്നേഹമില്ലാത്തവൻ. വർഷാവർഷം നീ ലൂവിന് വരുന്നത് നോക്കി നിൽക്കുക. ഞാൻ തമാശ പറഞ്ഞതല്ലേ എന്റെ പൊന്നമ്മച്ചല്ലേ. ഒന്ന് ചിരിച്ചേ, ചിരിച്ചേ. നീ പോടാ പട്ടി. ഇവളങ്ങ് കയറി തടിച്ചു കൊഴുത്തു പോയല്ലോ അമ്മേ. എന്റെ മോളെ വല്ലതും പറഞ്ഞു കണ്ണു വെച്ചാലുണ്ടല്ലോ, കയ്യാ കാലാ വളരണേന്ന് നോക്കി വളർത്തിയതാ ഞാൻ. അച്ഛനൊരു കത്തവും വന്നു. ഇത് ദാമൂന്. എനിക്കെന്തിനാണ് ഇതൊക്കെ? എത്രയായാലും എന്റെ പെങ്ങളെ കെട്ടാൻ പോണല്ലേ, പിടിച്ചോ. ഇത് ഓപ്പയ്ക്ക്. ഇത് അമ്മയ്ക്ക് മാത്രം ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. ഏതേ തള്ളയുടെ മുഖം ഭംഗിയത് കണ്ടോ? നീ പോടാ കടിയ. അയ്യോ, എന്റെ അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കും അമ്മേ. നീ എനിക്കിതൊന്നും കൊണ്ടുവരണ്ടില്ലായിരുന്നു മോനെ. സത്യമോനെ, മറ്റവനെ കൊണ്ടുവന്നില്ലയോ? എന്ത്? അച്ഛൻ കാറമ്പൻ. ഓ, അവൻ. അത് ശരി. ഇങ്ങനെ ഇത് മുഴുവൻ കുടിച്ച് തീർക്കും, ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാൻ. അതിങ്ങി താ പൊന്നെ. ആവശ്യം വരുമ്പോ ഞാൻ കൊറേ ചോദിച്ചു. ഞാനങ്ങനെ ഉയർന്ന് ഒരു മേജറാണ്. അളിയോ, ഇപ്പൊ എനിക്ക് ഈ പ്രൊമോഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് അളിയന് വല്ല വിവരമുണ്ടോ? ഈ അളിയന് ഒരു വിവരവും ഇല്ല കേട്ടോ. എന്നാ ഞാൻ പറഞ്ഞു തരാം, കേട്ടോ. ഈ ലഡാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? അച്ഛൻ കേട്ടിട്ടുണ്ടോ? ഈ ലഡാക്കിൽ ഭയങ്കര യുദ്ധം നടക്കുന്ന സമയം. ആ സമയം നോക്കി എനിക്കൊരു ശങ്ക. ഞാൻ
കത്തി കണ്ട് മരത്തിന്റെ വീട്ടിലോട്ടാക്കിയിരുന്നു. അപ്പോഴുണ്ട് ഒരുത്തൻ ആരാ ആരാ ആരാ? എനിമി, ശത്രു ശത്രു. ഞാൻ ആ ഈഴുന്ന ഇരിപ്പിലിരുന്നു എന്റെ തോക്കിലിരുന്നു. പക്ഷെ തോക്കിലുണ്ടയില്ല. ഞാൻ ആലോചിച്ചു. ഞാൻ എന്റെ 2 പോക്കറ്റിലും കൈയിട്ടു. തലവേദനയ്ക്കുള്ള 2 ഗുളിക ഞാനത് ഉടനെ എടുത്ത് തോക്കിൽ നിറച്ചു. ചൂണ്ടി. വീണു. ആരാ? മാമൻ. അതല്ലടാ, എനിമി. ഈ ചേട്ടന്റെ ഒരു പുളുവടി. ഓടി അവിടുന്ന്. ആ എനിമീനെ തട്ടിയാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത്. എനിമിയുടെ തലവേദന മാറിയിട്ടുണ്ടാവും. ഓഹോ, നീ എന്നെ വാരിയാണല്ലേ? അളിയ അളിയോ, എന്റെ ഈ പെങ്ങള്, എന്റെ പൊന്നു പെങ്ങള് എന്നെ അവമാനിച്ചളിയ. ഞാൻ ഈ വീട്ടിൽ ഇനി മുതൽ ഒരു തുള്ളി വെള്ളം ഞാൻ കഴിക്കില്ല. ഞാൻ കത്തിന് മിലിറ്ററിയിൽ ഏത് വകുപ്പിലാ ജോലി? അല്ല, എന്റെ ഒരു ബന്ധുക്കാരനുണ്ട്. പുള്ളി കഴിഞ്ഞ മാസം ലീവ് കഴിഞ്ഞ് പോയതേ ഉള്ളു. നിങ്ങൾ തമ്മിൽ അറിയുമോന്ന് അറിയാനാ. ഞാൻ ഇത്തിരി ഉയർന്ന അടയോ, അതാ ഒരു സിഗരറ്റ് പിടി. ഇവിടെ വീട് കളിയോ? എന്നാലും ഇതൊന്ന് പിടിയോ. ഒരു ചായ. പിന്നെ ഈ മിലിറ്ററി എന്ന് പറഞ്ഞാൽ പല വകുപ്പുകളും പല ഗ്രൂപ്പുകളും ചേർന്നുണ്ടായിട്ടുള്ളതാണ്. മേജർ, ക്യാപ്റ്റൻ, ജമേദാർ, പിന്നെ ഈ സാധാരണ സോൾഡിയർ. ഇതിലേത് ഗ്രൂപ്പിലാണെന്ന് അറിയാതെ ആളെ എങ്ങനെ തിരിച്ചറിയാനാ? ഇത് ശരി. പോ. ചായയുടെ പൈസ. അവന്റെ ഒരു പോക്ക് കണ്ടില്ലേ? മിലിറ്ററിയിൽ വല്ല അരിവെപ്പും ആയിരിക്കും ജോലി. ഭയങ്കര ജാട. ഞാൻ പണിസ്ഥലത്തേക്കൊന്ന് പോയാണ്. നീ ഉച്ചക്ക് അങ്ങോട്ട് വാ. ശരി, എന്നപ്പോ പെണ്ണിന്റെ ഒരു നാണം. ഒന്ന് വിടൂ ചേട്ടാ, ഈ ചേട്ടൻ ഒരു നാണമില്ല. പിന്നെ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണെ തൊടുന്നതിന് എന്തിനാ നാണിക്കണേ? അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ഓ, അതിന് നിന്റെ അനുവാദമൊന്നും വേണ്ട. ഈ ചേട്ടൻ മഹാ ചീത്തയായി പോയി. ആരെങ്കിലും കാണുന്നുള്ള വിചാരം പോലും ഇല്ല. ഈ നാട്ടുകാർക്കൊക്കെ അറിയാം ഞാനാണ് നിന്നെ കെട്ടാൻ പോണെന്ന്. എടി, ഈ ലൈസൻസ് ഇല്ലാത്തൊരു കാർ ഓടിക്കുന്നതിന്റെ മണ്ടി. നിനക്ക് എന്ത് പറ്റിയ സൗദേ? തോന്നിയാസൊക്കെ കാണിച്ചിട്ട് എന്ത് പറ്റീനാ? എന്ത് പറ്റാനാ? മാസം 3ആയി. ഉള്ളവങ്ങളെ തന്നെ വളർത്താൻ പാങ്ങില്ല. പിന്നെയും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. അതിന് നീ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചാലോ? കയ്യബദ്ധം. നിങ്ങൾ എന്റെ മുമ്പിൽ പോണണ്ട. ജോലിയും പണിയും ചെയ്യാതെ അബദ്ധം കാണിക്കാൻ നടക്കണം. ഉള്ളതുങ്ങൾക്ക് എന്നെ വെച്ച് വിളമ്പാൻ തികയത്തില്ല. എന്റെ ദൈവമേ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എടി, ഇത് ദൈവം തമ്പുരാൻ തരണതാ. 2 കൈ നീട്ടി നമ്മൾ മേടിച്ചേ തീരൂ. പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ദാമുവേട്ടനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുകയോ? നമ്മളെ വലയ്ക്കോ? ദാമുവേട്ടൻ എന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എന്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് ദാമുവേട്ടൻ. ആശ്വാസം. അയ്യോ, തല്ലിപ്പുളി വരണുണ്ട്, ഞാൻ പോണ്. പുളിങ്കൊമ്പിലാ പിടുത്തം. പിന്നെ ഞങ്ങൾക്ക് ഈ നാട്ടുകാർ ഓർമ്മ വേണം കേട്ടോ. ഇവളെ ഒന്ന് മെരിക്കെടുക്കണം. നിനക്ക് ആവശ്യം കഴിഞ്ഞിട്ടല്ലേ? നീ ഒന്ന് വിളിച്ചു നോക്ക്.
കൂടെ പോരുമെന്നറിയോ? കേരള വരുമെന്ന് നോക്കട്ടെ. ആ, ഇയാൾ ഈ ഇടവകയിലുള്ള പെമ്പിള്ളേരൊക്കെ തീരെടുത്തേക്കണേന്ന് തോന്നുന്നു. മനസ്സിലായില്ല? അല്ല, ഞാൻ ഇവിടെ പറഞ്ഞതാ. സൂക്ഷിച്ച് സംസാരിക്കാം. ഇല്ലെങ്കിൽ അത് പിന്നെ അപ്പ കാണാം. അപ്പ കാണണ്ട. കണ്ടു. നല്ല മുഖം, ഒരു അടയാളം കൂടി ഉണ്ടെങ്കിൽ നന്നായി. സാറിന് എന്തെങ്കിലും പറ്റിയോ? സാരമില്ല. എന്താ സാറേ കാര്യം? ചുമ്മാ ഒരു വാക്ക് തർക്കം. ഏതായാലും ദാമു ഒന്ന് നന്നായി. നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് പോവാം. ഇതിന് പകരം വീട്ടിയില്ലെങ്കിൽ എന്റെ പേര് ബാബുന്നല്ല. ഞാൻ കാരണം എന്തൊക്കെ സഹിക്കേണ്ടി വന്നു. അതൊന്നും സാരില്ല, കരയാതിരിക്കും. കരഞ്ഞാൽ കാണാനൊരു ഭംഗിയില്ല. സാർ, എന്താ ദാമു? ഇന്നലെ നമ്മുടെ എഞ്ചിനീയർ സാറിന് ചെറിയൊരു അബദ്ധം പറ്റി. എന്താ ദാമു? കാര്യമായിട്ടൊന്നുമില്ല. പുള്ളി ബാത്റൂമിൽ കാല് തന്നെ വീണു. ഞാൻ അറിഞ്ഞില്ലേ? കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്നലത്തെ നേരത്തെ പോയാൽ കൊള്ളാമെന്നുണ്ട്. ഓ, അതെന്താ? പൊയ്ക്കുള്ളൂ, നാളെ നേരത്തെ വരണം. ഓ, ഓക്കെ. സാർ, എന്താ ദാമു? പണിസ്ഥലത്ത് സാറിനെ കണ്ടില്ല. ആ സംഭവം മാനസികമായി എന്നെ ആകെ ഒലിച്ചു കളഞ്ഞു. അതൊക്കെ മറന്നു കളയൂ സാർ. കോൺട്രാക്ടർ അറിഞ്ഞോ? ഇല്ല. ഞാൻ പറഞ്ഞത് ബാത്റൂമിൽ തന്നെ വേണമെന്നാണ്. അതേതായാലും നന്നായി. പിന്നെ നമ്മുടെ ജോലികളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ? ഉണ്ട്. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏതായാലും ഇതൊന്നും മാറുന്നവരെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും.
നാണക്കേടായിപ്പോയി. ഓ അതൊന്നും സാരമാക്കാനില്ല. ഇനിയും അയാൾ എന്തെങ്കിലും കുഴപ്പത്തിന് വന്നാലോ എന്നാ പേടി. സാറ് പേടിക്കണ്ട. ഇനി എന്തെങ്കിലും പ്രശ്നം അവൻ ഉണ്ടാക്കിയാൽ കോൺട്രാക്ടറുടെ മകനാണെന്നൊന്നും ഞാൻ കരുതില്ല. പ്രശ്നം വഷളാവാൻ നോക്കണം. സാറ് ധൈര്യമായിട്ടിരുന്നോ, ഞങ്ങളൊക്കെ ഇല്ലേ? ആ, ദാമു ഇരിക്കുന്നില്ലേ? ഇല്ല സർ, പണി കഴിഞ്ഞിട്ട് കുളിച്ചില്ല. ഞാൻ പോട്ടെ. ആ ശരി. ഞാനൊന്ന് പുറത്തോട്ട് പോവാണ്, വരാൽപ്പം വൈകും. ആ, ഞാൻ ഒരാളെ കാണാൻ പോവാണ്. എടാ കള്ള, നീ 14 നമ്പർ കള്ള് ഷാപ്പിലേക്ക് പോവല്ലേ? അച്ഛന് പറഞ്ഞ മനസ്സിലാവില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഒക്കെ എടി ചാത്തമ്മേ, ചാത്തമ്മേ. ഈ മനുഷ്യൻ എന്നെ ഒരിടത്തിരിക്കാൻ സമ്മതിക്കില്ല. ഇങ്ങോട്ട് നോക്കിയേ, എനിക്ക് 2 രൂപ കടം തരണം. ഞാൻ അടുക്കളയെ നോട്ടടിച്ചോണ്ടിരിക്കുകയല്ലയോ? താ വന്നെ ഇങ്ങോട്ട്. ഞാൻ 2 രൂപയല്ലേ ചോദിച്ചുള്ളത്, നീ പിണങ്ങാതെ. കുടിച്ചു ബോധമില്ലാണ്ട് വരാനാ. കൊണ്ടുപോ. എല്ലാരും ചൊല്ലണേ, ഞാനും ചൊല്ലണേ. അളിയന്റെ വയറ്റിലെ കല്ലാടത്ത്, അളിയന്റെ വയറ്റിലെ കല്ലാടത്ത്. അളിയന്റെ ഈ 14 നമ്പർ ഷാപ്പിലേക്കുള്ള വഴിയതാടാ. ആ ബോർഡ് നിൽക്കുന്ന തെങ്ങോട്ട് മേലോട്ട് കയറ്, അപ്പൊ കാണാം. തരിയെ നടക്കാൻ വേല, പിന്നെ മെറ്റു കുടിച്ചത് കളവിനെ കേട്ടൊന്ന് കാണേണ്ടതല്ലേ. മക്കളെ, 58 വർഷം വേണായി കിളവൻ കയറാൻ തുടങ്ങിട്ട്. ഇത് എന്നോട് തന്നെ വേണോ മക്കളെ? എങ്ങനെ ചിരിക്കാതിരിക്കും? അവിടെ കഴുക്കുണ്ട്, ഞാൻ പായ എടുത്തിടാം. നിന്റെ പായം വേണം, ഒരു കുന്തം വേണം. ഞങ്ങൾ ഇങ്ങനെ കിടന്നോളാം, അല്ലേ? എന്തിനാ ചേട്ടാ ഇങ്ങനെ കുടിപ്പിച്ച്? എടി പായം, അത് എന്റെ അളിയനെ എന്നെ കുടിപ്പിച്ചില്ല, എന്റെ അളിയനെ ഞാൻ കുടിപ്പിച്ചു. ലക്ഷണം കണ്ടിട്ട് അങ്ങനെയല്ല തോന്നിയത്. അളിയോ, കേട്ടോ അളിയ? അളിയന്റെ പെങ്ങള് പറഞ്ഞ കേട്ടാ? എന്റെ മാലു അതും പറയും, അതിനപ്പുറവും പറയും. വിട്ടളിയ, എന്റെ പെങ്ങള് കസ്തൂരിയില്ലേ, നിന്റെ ഭാഗ്യം അത്. അവളാണെങ്കിലും ഇത് തന്നെയാ പറയാൻ പോണത്. ഞാൻ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, കൊണ്ടുവരട്ടെ? കൊണ്ടാണ്, കൊണ്ട വരട്ടെ. സത്യേട്ടാ, ഓരോരുത്ത കപ്പ കൂടെ ഇടത്തില്ല അറിഞ്ഞോണ്ടടാ എന്റെ മാലിപ്പെണ്ണന്റെ ഗതികേട്. അപ്പൊ അളിയറിയ കപ്പതിരാ എന്റെ ഭയങ്കര കഷ്ടകാലം. നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമെന്നും ഇങ്ങനൊരു ബന്ധമുണ്ടാവുമെന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കറിയാം. എവിടെ പോയാ ഈ പാതിരാ നേരം വരെ? കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതാ. ഒരു കൂട്ടുകാരി, ആ ദാമോച്ചർക്കന്റെ കൂടെ പോർക്കണ്ട പെണ്ണാ നീ. അവനൊന്നും പിടിക്കൂല. കണ്ടില്ലേ, കണ്ടുപിടിക്കും. സീതയെ കണ്ടു. പണ്ടാരടങ്ങ ഒട്ടക്കത്തെ കുടിയും കുടിച്ചോണ്ടാ വന്നിരിക്കണോ? എരിവേ, സീതയെ കണ്ടു. ഞാൻ സീതയെ അന്വേഷിച്ച് നടക്കുന്ന ശ്രീരാമനാ. ഇത് സീത, ഇത് രാമൻ, ഇത് രാവണൻ. ആ, പിന്നെ ഒരു ബില്ല് മാറാനുണ്ട്. ഞാൻ നാളെ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഷാജൻ വരുന്നു, വീട്ടിൽ വന്ന് കയറാമല്ലോ. ഏതായാലും
പാലത്തിന് പണി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്കുള്ളൂ. വെരി ഗുഡ്. മിസ്റ്റർ രാജൻ ഇവിടെ ഉള്ളത് എനിക്കൊരു ആശ്വാസമാണ്. വരട്ടെ. ഓക്കെ. നീ കഥമേ, നീ വിവരം അറിഞ്ഞാടി? എന്താ വിവരം? ആ, നാളത്തെ ദിവസം എന്നാടി? നാളെ എന്താ? നീ ഏത് ലോകത്താ ജീവിക്കുന്നത് മോളെ? നാളത്തെ ദിവസം എന്തുവാ? നാളെ അത്താണമ്മ. ആ, അപ്പം നമുക്ക് കളമിടണ്ടേടി മോളെ. അവക്ക് പഴയ പോലുള്ള പൂതിയൊന്നുമില്ല. അവക്കടെ ആങ്ങളെ കൂടെ വന്നതിൽ പിന്നെ പെണ്ണ് നിലത്തൊന്നും അല്ല നിക്കണേ. ചേച്ചി കളയിടണില്ലേ? ഇല്ല, ഈ പിള്ളേരെ ഇങ്ങനെ നിർത്തിയാ മതിയോ? സത്യമോ മരട്ടെ എന്ന് പറഞ്ഞു വന്നു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടണം. മാലുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ കസ്തൂരിനെ അങ്ങോട്ട് അയക്കണം. ചേച്ചി, എന്റെ പൊന്നച്ചോ, എന്റെ ഒരു മറവി നോക്കണേ. എന്തോ ആകെക്കൂടെ ഉള്ളൊരു കൂടപ്പറപ്പ. അവള് പെറ്റുകിടക്കുകയെന്ന് ചന്തേ പോണ വഴി നാണിത്തള്ള പറഞ്ഞറിഞ്ഞു. ഒന്ന് പോയി നോക്കണ്ടായോ? ഇപ്പൊ എത്രാമത്തേടി? 7ാമത്തെയോ 8ാമത്തെയോ ആന്നാകും. ഇക്കണക്കിന് നിന്റെ കൂടപ്പുറപ്പ് പേര് കുറെ പെടുന്ന ലക്ഷണം ഉണ്ടല്ലോ ഈ പറഞ്ഞവരെ. വേണ്ടാവനം പറഞ്ഞാലുണ്ടല്ലോ. ഒന്ന് പോയി വരട്ടെ. ആ, പോ വേഗം വരണം. അത് നീ അവിടെ പെറ്റ് കിടക്കേണ്ടി വരും. ഞാനിപ്പോ ഇങ്ങനെ വരത്തില്ലേ? നിന്റെ മടിയിൽ എന്തായിരിക്കുന്നത്? ചേറ് കാണാൻ പോകുമ്പോ വെറും കൈയോടെ എങ്ങനാ പോണത്? എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് വെച്ച് ഞാൻ ചന്തേന്ന് ഒരു കട്ട മണമുള്ള സോപ്പ് മേടിച്ചു. കള്ളി. ആ, ഇനിയും പുറം വിളി വിളിച്ചാ ഞാൻ പോകത്തില്ല. നിന്റെ ഒരു പേര് കാണലും സമ്മാനവും ഇടിയും തൊഴിയും എത്ര കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഒരു പിളക്കവും ഇല്ല. എന്താ മണവാട്ടി? ഒന്നുമില്ല. കല്യാണം അടുക്കുന്തോറും പെണ്ണിന് നാണം കൂടിക്കൂടി വരിക. സത്യത്തെ മന്നേലും കൂടുതൽ ക്ഷീണിക്കും. ആ, കല്യാണമൊക്കെ ഒന്ന് കഴിയട്ടെ, ഞാൻ തീർത്തു തരാം. ചേട്ടൻ എടാ, നീ എന്റെ പെങ്ങളെല്ലാം പറഞ്ഞോടാ? ഏയ്, പെണ്ണ് മണവാട്ടി അവഞ്ഞു തുടങ്ങിയെന്ന് പറയായിരുന്നു. ആ, പിന്നെ കൊണ്ടുവന്ന മിലിറ്ററിയൊക്കെ തീർന്നുപോയി. നമുക്കൊന്ന് പുറത്തോട്ടിറങ്ങി അല്പം ഫോറും വല്ലതും സംഘടിപ്പിക്കാൻ നോക്കാം. നേരെ ഒത്തിരി ആവല്ലടാ. സാരമില്ല അളിയാ, നമുക്കൊരു സൈക്കിൾ എടുത്ത് പോയിട്ട് വരാന്നേ. ശരി, എന്നപ്പോ ഹലോ. എന്താ? ഞങ്ങൾ ഇപ്പൊ വരാം. എന്തുവാ രണ്ടുപേരും കൂടി പ്ലാൻ ഇട്ടിരിക്കണേ? 4 കാല് വരാനുള്ള ഉദ്ദേശാണോ? ഞങ്ങൾ ഇപ്പോഴും വരില്ലേ? ഞാനിവിടെ ഒറ്റയ്ക്കാണെന്നുള്ള വിചാരം വേണം ചേട്ടൻ. ഓ പിന്നെ, നിന്നെ അങ്ങ് കൊത്തിക്കൊണ്ട് പോകാൻ പോവല്ലേ? ആണളിയാ. വേല കയ്യിലിരിക്കട്ടെ. ഈ വായനോട്ടൊക്കെ എവിടെ കെട്ടിയിട്ട് മതി. വാ. അളിയ, അളിയ, ഇതാണ് നമ്മുടെ എഞ്ചിനീയർ സാർ. സാർ, ഇത് എന്റെ അമ്മാവന്റെ മോനാണ്. ആ, പട്ടാളല്ലേ? സാറിനെ പറ്റി കേട്ടു, പരിചയപ്പെടാവത്തില്ല. ഏതായാലും നമുക്ക് സൗകര്യമായി പരിചയപ്പെടാം. ഞാൻ വീട്ടിലേക്ക് വരാം. അയ്യോ, അത് എടാ, സാറ് നിന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളൊന്ന് ടൗണിൽ പോയാണ്. ആ, പോയിക്കോളൂ, പിന്നെ കാണാം. ശരി, കേരളീയ. ഒന്ന് വേഗം ചവിട്ടളിയാ, ഇങ്ങനെ പോയാലും നേരം വെളുത്താലും വീട്ടിലെത്തുകയല്ല. ഒന്ന് പോകാൻ അളിയാ. ഡീസൽ തീർന്ന ട്രക്ക് 1/2 മണിക്കൂർ കൊണ്ട് 5 മൈൽ തള്ളി എത്തിച്ചവനെ സത്യൻ. പിന്നെയാണ് ഈ തുക്കടാ സൈക്കിള്. അളിയാ നോക്കിയോ, 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ടൗണിലെത്തും. ആ, സത്യനോട്ട് വേണ്ട.
ബാബുജി റെസ്റ്റോറന്റ് സൂക്ഷിച്ച് പിടിച്ചാളിയാ പിടിച്ച ഞാൻ സൈക്കിളെ ഓട്ടിക്കോളാതെ സൈക്കിളല്ല അവന്റെ പേര് ഞാൻ ട്രക്ക് ഒറ്റ കൈ കൊണ്ട് എടുത്ത് നോക്കിയിട്ട് അളിയൻ അറിയാതെ പാടളിയാ ഞാൻ സൈക്കിൾ ഔട്ടി എനിക്ക് ജയം പിടിച്ചാളി അളിയ പാടി കൊള്ളാമല്ലോടാ ഈ നാട്ടിൽ പോലീസുകാർക്ക് ഒരു വിലയില്ലാതെ എന്താണ് നിന്റെ പേര് നായക് സത്യം മദ്രാസ് റെജിമെന്റ് ആ പട്ടാളക്കാരനാണല്ലേ നിന്റെ പേരും ഒറ്റ പേരും ഗോപാലൻ ദാമു മക്കാല വീട് ഇടവ മക്കാല വീട് ഇടവ സമൻസ് വരുമ്പോ കോടതിയിൽ ഹാജരാവണം വയ്ക്കോ അളിയോ തള്ളളിയോ തള്ളു ഇങ്ങോട്ട് ഇത് എത്ര കേട്ടതാടി ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടുന്നതിന് ഇവിടുന്ന് പോകും. നീ ഒച്ച വച്ചാലില്ലെങ്കിലും നഷ്ടം നിനക്ക് ഇറക്കം ഇറക്കോണം അല്ലയോ ഇതങ്ങടെ പിടിച്ചേ ഞാൻ ഇതും തൂക്കിക്കൊണ്ട് വീട്ടിലോട്ട് ചെല്ലും നമ്മുടെ കാരണവരുണ്ടല്ലോ ഈ വേല ഒറ്റ അടിക്ക് അടിച്ച് കാലിയാക്കി കയ്യിൽ ഇങ്ങോട്ട് തരും അത് ശരിയാ അത് ശരിയല്ല പിന്നെ ഓണത്തിന് നമ്മ മുഴുവൻ പട്ടിണിയാ അതുകൊണ്ട് ഇവനെ ഭദ്രമായിട്ട് ഐശ്വര്യമായിട്ട് അകത്തോട്ട് കൊണ്ടുപോയി ഞാൻ പോണു വിശന്നിട്ട് ഉടലെ എടുത്തിട്ട് വയ്യ അല്ല ഈ ഒരു കടിയനല്ലേ ഞാൻ കയറ്റിക്കൊണ്ട് വന്നത് പോയാട്ടെ ഗുഡ് നൈറ്റ് മാലു 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 മാലൂടെ വന്നു ഇല്ല എന്റെ മാലുവിനെ കാണുന്നില്ല മാവ എന്താണ് അവിടെ നീ പറയുന്നത് ഞങ്ങള് പട്ടണത്തിൽ പോയി വന്നപ്പോ അവളെ വീട്ടിൽ കണ്ടില്ല നീ എല്ലായിടത്തും തിരക്കിയോ ഞാനിനി അന്വേഷിക്കാത്ത സ്ഥലമില്ല നമുക്ക് തിരക്കാം ചാത്തമ്മേ ഒരു ചൂട്ടിയായിട്ട് കഴിഞ്ഞെടുത്തേ ഇപ്പൊ കൊണ്ടുവരും.
കണ്ടോ മോനെ? കണ്ടില്ല അമ്മേ. രാമു, 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 എഴുന്നേക്ക്. ഇങ്ങനെ ദുഃഖപ്പാവിച്ച് കിടന്നാലോ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവള് അതിന് നീ എത്ര നാളായി ജോലിക്ക് പോയിട്ട്? ഞാൻ എനിക്ക് ആർക്ക് വേണ്ടിയാണ് സമ്പാദിക്കുന്നത്? കസ്റ്റഡിക്ക് വേണ്ടി. എത്ര കരഞ്ഞാലും ചത്തുപോയി തിരിച്ചു വരുമോ? പാ, എന്നിട്ട് വാ. അമ്മാന്ന് പറഞ്ഞെടുത്ത ഞാനുണ്ടല്ലോ, എനിക്ക് സമ്പാദിച്ചാ. പാ. കരുതാത്തത് സംഭവിച്ചു പോയി എന്ന് വിശ്വസിക്കൂ. ഞാൻ നിന്നെ ഒരിക്കലും ചതിക്കില്ല. ലീവ് തീരുന്നതിന് മുമ്പ് ഞാൻ പോവുകയാണ്. നീ കൂടി പോയാൽ ഇനിയും എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ദാമു, ദാമു, വിധി അങ്ങനെയായിരുന്നു ദാമു. ഇങ്ങനെ ദുഃഖിച്ചിരുന്നാൽ മരിച്ചവർ തിരിച്ചു വരുമോ? എന്റെ ജീവനായിരുന്നു എന്റെ പെണ്ണ്. അവൾക്ക് 3 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിച്ചത്. അതിനുശേഷം അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഞാനായിരുന്നു സർ. എല്ലാം മറക്കാൻ ശ്രമിക്കുന്നതാമോ? നാളെ മുതൽ ജോലിക്ക് വരും. അപ്പോൾ മനസ്സിന് ആശ്വാസം കിട്ടും. ദാമോട്ടൻ ഊണ് കഴിക്കാൻ വരാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ശരി, ഞാൻ പോട്ടെ. നമ്മുടെ കരീമിനെ കണ്ടിട്ട് കുറെ ആയല്ലോ. അതറിഞ്ഞില്ലേ? അവൻ കടലിൽ കിടന്ന്. ഇല്ലെങ്കിൽ 24 മണിക്കൂർ നേരവും എന്റെ കൂടെ കാണും. എന്റെ പ്രേമൊക്കെ ഇങ്ങനെ അതൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. ഒരു ഇര കൊത്തിയിട്ട് ഒത്തിരി കാലമായി. നീ അവളെയും കൂട്ടിയിട്ട് വാ. അത് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം അവിടെ. എളിപ്പോ പോയിട്ട് വാ. ഞാൻ ആ പൊളിഞ്ഞ ബംഗ്ലാവിൽ കാണും.
വല്ലതും ഒപ്പിച്ചോ? രമണീനെ കാണാനല്ല. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ പെമ്പിള്ളാര് പ്രായമായ സൂക്ഷിക്കണമെന്ന്. നിനക്കതിന് എവിടാ നേരം? നിനക്ക് പെറ്റുകൂട്ടാനല്ലേ നേരമുള്ളൂ. ചേച്ചി, ഞാൻ എവിടെ പോയി തിരക്കും? അവള് വല്ല ചുണയുള്ള ആമ്പിള്ളാരുടെ കൂടെ ഓടിപ്പോയിട്ടുണ്ടാവും. ദേ, ചേച്ചി മുഖത്ത് നോക്കി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നന്നായി പോയി. ചേച്ചിക്കും പ്രായം കഴിഞ്ഞ് ഒരെണ്ണം നിൽപ്പുണ്ടല്ലോ. ദേ, എന്റെ മോളെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ എന്ത് ചെയ്യും? പോടി അവിടുന്ന്. ഞാൻ പോവാതിരുന്നാൽ നമ്മുടെ പരിപാടികളൊന്നും നടക്കില്ല. ഞാൻ പോയിട്ട് ഉടനെ തിരിച്ചു വരാം. ഒടുവിൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ നിന്നെ ചതിക്കില്ല കസ്തൂരി. നിനക്ക് എന്നെ ഇനിയും മനസ്സിലായിട്ടില്ലേ? മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പ് കുറച്ച് ദിവസങ്ങൾ മാത്രം ക്ഷമിക്കൂ. എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ കസ്തൂരി എടുത്ത് താലി കെട്ടും. എന്നിട്ട് എന്റെ കസ്തൂരി ഞാൻ പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ കാത്തിരിക്കും. ഞാൻ വരും. വെട്ടി കസ്തൂരി. വയസ്സറിഞ്ഞ് കുലുങ്ങിക്കൊളുങ്ങും ആ ബലജടാതെ കണ്ടേ കൊതിച്ചേ അക്കടെ ഇമ്മക്ക് അറിയായേ. നീലമിഴിയാ കരളിൻ വയലിൽ ഞാറു നട്ടൊരു ചെറുമീ. നീലമിഴിയാൽ കരളിൻ വയലിൽ ഞാറു നട്ടൊരു ചെറുമീ. നീ എന്റെ ചിന്തകൾ അലങ്കരിക്കും നാലുകെട്ടിലെ റാണി. നീലമിഴിയാൽ കരളിൻ വയലിൽ ഞാറു നട്ടൊരു ചെറുമീ. നടയറക്കായൽ വളകൾ കിലുക്കും നടവരമ്പിൽ നിൻ ചുവടുകളിലകി. നടയറക്കായൽ വളകൾ കിലുക്കും നടവരമ്പിൽ നിൻ ചുവടുകളിലകി. നീലമിഴിയാൽ കരളിൻ വയലിൽ ഞാറു നട്ടൊരു ചെറുമീ. നിഴലുകൾ സാക്ഷി ഹൃദയം തൊടുമ്പോ വിരലുകൾ സാക്ഷി പുടവ തരുമ്പോ.
വിരലുകൾ സാക്ഷി ഹൃദയം തൊടുമ്പോൾ വിരലുകൾ സാക്ഷി പുടവ തരുമ്പോൾ പൊന്നം താന് ഭാവിരിക്കും പൊന്നം താന് ഭാവിരിക്കും നീലമിഴിയാൽ കരളിൻ വയലിൽ ഞാറു നട്ടൊരു ചെറുമീ നീ എന്റെ ചിന്തകൾ അലങ്കരിക്കും നാലുകെട്ടിലെ റാണി നീലമിഴിയാൽ കരളിൻ വയലിൽ ഞാറു നട്ടൊരു ചെറുമീ അങ്ങനെ ഇമ്മടെ തലയിൽ പെണ്ണിനെ കെട്ടിയേ നല്ലൊരു തമ്പ്രായമായി ഞങ്ങളിൽ നിന്നും തേവണേ സുരേഷിനോട് ഇക്കാര്യത്തെ പറ്റി സംസാരിച്ചു? ഇല്ല, അച്ഛന്റെ അനുവാദം കിട്ടിയതിനു ശേഷം പറയാമെന്ന് കരുതി. നമ്മുടെ ബന്ധുവാകാൻ പോകുന്ന ആളാണ് സുരേഷ്. സുരേഷിന്റെ അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ പ്രധാനമായി നോക്കേണ്ടത്. അയാൾക്ക് സമ്മതമാണെങ്കിൽ തന്റെ വിവാഹത്തിന് എനിക്കെതിർപ്പൊന്നുമില്ല. ഹലോ, സുരേഷാണോ? ആ, ഞാൻ രാജനാ. ആ, കുറച്ചു ദിവസമായി. എനിക്ക് അത്യാവശ്യം ഒന്ന് കാണണം. ഉടനെ ഇങ്ങോട്ട് വരുമോ? ശരി. എത്ര കാലായി ചേട്ടനൊന്ന് ചിരിച്ചു കണ്ടിട്ട്. ചിരി മറന്നിട്ടില്ല. ആശ്വാസം. ഹലോ സുരേഷ്. ഹലോ. സോ ഹൗ ഈസ് യുവർ കൺസ്ട്രക്ഷൻ വർക്ക്? ഫിനിഷ്ഡ്. പക്ഷേ മറ്റൊരു പാലം അപകടത്തിലാണ്. മനസ്സിലായില്ല. ആയിരിക്കും, പറയാം. കൺസിഡർ. മോർണിംഗ്. അറിഞ്ഞോ, നമ്മുടെ മന്ത്രികുമാരനല്ലേ, അവന്റെ ചേട്ടൻ ഒരു പിറകൽ പെണ്ണെ കെട്ടാൻ പോകുന്നു. അതെ. ആ, ഇനിയെങ്കിലും അവന്റെ അഹങ്കാരം ഒന്ന് പറഞ്ഞു കിട്ടും. വരുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ. എന്തിനാണ് കൂകിയത്? ചോദിച്ചു കേട്ടില്ലേ? ആ, ചേട്ടന്റെ കല്യാണം ഒന്ന് ആഘോഷിച്ചതാ. ഓഹോ, എന്നാ ഇതും കൂടി ചേർത്ത് ആഘോഷിച്ചോ? പോടാ. സുരേഷിന് സമ്മതം കൂടി ഉണ്ടെങ്കിലേ അച്ഛൻ എന്റെ വിവാഹത്തിന് അനുകൂലിക്കും. ഐ ഡോണ്ട് മൈൻഡ്. പക്ഷേ എന്റെ അച്ഛനും അമ്മയൊക്കെ
പഴയ ആദർശക്കാരാണ്. അവർക്ക് രാജന്റെ ഈ ബന്ധം ഇഷ്ടപ്പെടുന്ന വരില്ല. ഒരുപക്ഷെ ഉഷയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് രാജൻ പറഞ്ഞ ഈ പെൺകുട്ടി വിവാഹം കഴിക്കുന്നെങ്കിൽ പോലും ഉഷയെ ഉപേക്ഷിക്കാനും പറയാൻ മടിക്കാത്തവരാണ് എന്റെ അച്ഛനും അമ്മയും. ഉഷയുടെ ഭാവി സുരക്ഷിതമായിരിക്കണമെന്ന് രാജനും താല്പര്യമുണ്ടായിരിക്കുമല്ലോ. രാജൻ ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ വിവാഹത്തിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എനിക്കല്പം ധൃതിയുണ്ട്. ഞാൻ വരട്ടെ. I am really sorry about it. ലാലു, എല്ലാരും അന്തസ്സായി വിവാഹം കഴിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എവിടെ കിടക്കുന്ന ഒരു പൊളിച്ചിപ്പെണ്ണിനെ കണ്ടുവെച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ബാക്കിയുള്ളവരെ നാണം കെടുത്താം. തീം പഞ്ഞി അടുത്തിരുന്ന കത്ത് പിടിക്കും ഞാൻ അന്നേ പറഞ്ഞതാ. കേക്കണ്ടേ? കത്ത് പിടിച്ചാ പിന്നെ കെടുത്താൻ പറ്റണോ? തീയാണോ? എന്നാലും മിണ്ടാപ്പൂച്ച പോലിരുന്ന് അവനെ കടുങ്കൈ ചെയ്തല്ല. 4 പേരറിയുന്നതിന് മുമ്പ് കാര്യം നടത്തിയില്ലെങ്കിൽ നാണക്കേടാവും. 3-4 മാസമെങ്കിലും ആ കണ്ടിരിക്കുമോ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്ക് ഇല്ലാണ്ടായി പോയല്ലോ. അങ്ങേര് നീ അവിടെ പോയി കിടക്കാണോ ആവോ? എട്ടും പൊട്ടും അറിയാത്ത പെണ്ണ് അപ്പുറത്ത് വെട്ട് കിടക്കുന്നെന്ന് പറഞ്ഞ പോലത്തെ സ്ഥിതിയായാലും നാട്ടുകാരറിഞ്ഞാൽ എന്തോ? അമ്മായി ആരെ വഴക്ക് പറഞ്ഞിട്ട് പോകുന്നത്? കഴിവറി തോന്നിവാസം കാണിച്ചിട്ട് മിണ്ടാപൂച്ച പോലെ നടക്കുന്നു. അമ്മായി എന്താ ഈ പറയുന്നത്? നീ ഒന്നും അറിഞ്ഞില്ല. ഇനിയും പെണ്ണിന്റെ പേരും പുറത്തും കഴിഞ്ഞാൽ നീ അറിയും. എന്നാലും നിങ്ങൾ ഇങ്ങനൊരു ബുദ്ധിമോശം കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും നിരീക്ഷിച്ചു. എന്നായാലും അവള് നിനക്കുള്ളതല്ലേ. ഞാൻ പോയി അമ്മാവനെ വിളിച്ചോണ്ട് വരട്ടെ. അങ്ങേരെ അറിയുമ്പോ ഇനി എന്താ ചെയ്യാൻ പോണമെന്ന് ദൈവത്തിന് പോലും അറിഞ്ഞു. കസ്തൂരി, കസ്തൂരി, ഞാൻ കേട്ടതെല്ലാം സത്യമാണോ കസ്തൂരി? നീ ഗർഭിണിയാണോ കസ്തൂരി? പറയൂ കസ്തൂരി, പറയൂ. അയാൾ പോകുന്നതിന് മുൻപ് ഇക്കാര്യം നിനക്ക് എന്നോടൊന്ന് സൂചിപ്പിക്കാമായിരുന്നില്ലേ? ഞാൻ അയാളെ നിന്നെയും കൂട്ടിയല്ലാതെ പറഞ്ഞേക്കില്ലായിരുന്നു. അദ്ദേഹം വരും. അയാൾ വരും. നീ ഇത്ര മണ്ടിയായി പോയല്ലോ പെണ്ണെ. നിന്നെപ്പോലുള്ള പെമ്പിള്ളേരെ ചക്കരവാക്ക് പറഞ്ഞ് ചതിച്ചിട്ട് കടന്നു കളയുന്നത് അയാളെപ്പോലുള്ളവർക്കൊരു വിനോദമാണ്. ഇതതുപോലെയല്ല. അദ്ദേഹം വരും. വന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമായിരിക്കും. നീ ആത്മഹത്യ ചെയ്താൽ നമ്മുടെ സമുദായത്തിൽ ഒരു യുവതി കുറയും. പക്ഷേ എഞ്ചിനീയർ രാജൻ നായർക്കൊന്നും സംഭവിക്കുകയില്ല. ചേട്ടാ, അറിഞ്ഞാൽ തന്നെ പരിചയമുള്ള ഒരു പുലയിപ്പെണ്ണ് ചത്തെന്ന് പറയും. ഇല്ല, അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല. എന്നെ വിവാഹം ചെയ്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കുമെന്ന്
100 വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വരും. അയാൾ വരണമെന്ന് ആത്മാർത്ഥമായി ഞാനും ആശിക്കുന്നു. പക്ഷേ അയാൾ വന്നില്ലെങ്കിലോ കസ്തൂരി? അങ്ങനെ പറയരുത് ഏട്ടാ. ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. അന്ന് ഓടിച്ചാടി നടന്ന് നിന്റെ കൈക്കോ കാലിനോ മുറിവ് പറ്റുമ്പോൾ എന്റെ കണ്ണ് നിറയുമായിരുന്നു. ഇന്ന് നിന്റെ ഈ നില കാണുമ്പോൾ എന്നോട് ക്ഷമിക്കൂ ചേട്ടാ. കുറെ സ്വപ്നങ്ങൾ ഞാനും മനസ്സിൽ വെച്ച് താലോലിച്ചിരുന്നു. പക്ഷേ അതിരുവിട്ട് ഞാൻ നിന്നോടൊന്നും പ്രവർത്തിച്ചിരുന്നില്ല. ഉണ്ടോ കസ്തൂരി? ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, അയാൾ വന്നില്ലെങ്കിൽ ഒരു ദിവസം അയാളുടെ ശവം നിന്റെ കാൽക്കൽ ഞാൻ കൊണ്ടുവന്ന് വയ്ക്കും. നിങ്ങളുടെ വിശ്വാസമുള്ള വരുമാനല്ലേ? കസ്തൂരി ഇങ്ങോട്ട് അമ്മ, അവന് ചൊടിച്ചു കാരണം കണ്ട. എടി ഒരുപെട്ടവളെ, നീ ഒരുത്തിയാണ് ഇതിനൊക്കെ വളം വെച്ചു കൊടുത്തത്. ദൈവം തമ്പുരാനെ, ഇപ്പൊ ഞാനാ കുറ്റക്കാരി. ഈ തീയും പഞ്ഞി അടുത്തിരുന്ന കത്തിപ്പിടിക്കുന്ന ഞാൻ അന്നേ പറഞ്ഞതാ. ഇനി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നാട്ടുകാരറിയണതിന് മുമ്പേ ഈ കല്യാണം ഒന്ന് നടത്തണം. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബുദ്ധി തോന്നിയല്ലോ മനുഷ്യ. എന്നാലും എന്റെ മക്കളെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമോശം വന്നല്ലോ. ഏതായാലും കല്യാണം ഉടനെ അങ്ങ് നടത്തണം. കാവിലമ്പലത്തിൽ വെച്ച് തന്നെ മതി. അമ്മായി, നീ വലിയ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ നിന്റെ മനസ്സിരിക്കട്ടോ. എന്റെ മോക്ക് കാവിലമ്മ വിശ്വാസം. കല്യാണം അവിടെ വെച്ച് തന്നെ മതി. കല്യാണം ഇപ്പൊ വേണ്ടമ്മായി. പോടാ, എവള് പെറ്റിണീച്ചിട്ടാടാ ഇനിയും കല്യാണം കഴിക്കാൻ പോണേ. മോള് സമാധാനമായിട്ട്. എടി ചാത്തമ്മേ, കല്യാണം നിശ്ചയിക്കുന്നതിന് മുമ്പ് സൗദാമിനോടും കെട്ടിയവനോടും ഒന്ന് പറയേണ്ടേടി. അത് ശരിയാണല്ലോ. ആലോചിച്ച് സമയം കളയാണ്ട് വേഗം ചെയ്യ്. എന്നാ നീ ഇവിടെ വാ. ആ, റെസിഗ്നേഷൻ ലെറ്റർ. മിസ്റ്റർ ജയൻ, എനിക്ക് നിങ്ങളുടെ വികാരം മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ എന്റെ സ്ഥാനത്ത് നിന്ന് കൂടി ഒന്ന് ആലോചിച്ച് നോക്കും. മിശ്ര വിവാഹത്തിന് ഞാൻ എതിരല്ല. എന്റെ മകൻ ഒരു ഹരിജൻ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് എതിർപ്പുമില്ല. പക്ഷേ എനിക്കൊരു മകളുണ്ടായിപ്പോയി. അമ്മയില്ലാത്ത കുട്ടിയാണ് അവൾ. അവളുടെ ഭാവിയിൽ എനിക്ക് ഉത്കണ്ഠയുണ്ടാവുന്നത് തെറ്റാണോ? പാർട്ടി നമ്മളെ പഠിപ്പിച്ച അതല്ല. വ്യക്തികളെക്കാൾ പ്രാധാന്യം സമൂഹത്തിനാണ്. ഞാനും രാഷ്ട്രീയ നേതാവിന്റെ കുപ്പായം അണിഞ്ഞിട്ടുണ്ട് സാർ. ഞാനെന്നും പാർട്ടിയിലെ വ്യക്തിത്വമുള്ള ഒരു അംഗമാണ്. തുടർന്നും അങ്ങനെ തന്നെ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായി ഈ രാജിക്കത്ത് സ്വീകരിക്കണം. ഞാനാകെ വീർപ്പുമുട്ടി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനും സുരേട്ടനുമായി എത്രയോ വർഷത്തെ പരിചയക്കാരാണ്. എന്നിട്ടും ആരൊക്കെ എതിർത്താലും ചേട്ടൻ ആ പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കണം. എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെയാണ് എനിക്ക് ആവശ്യം. അങ്ങനെ ഒരാളുണ്ടാവുമ്പോൾ എന്റെ വിവാഹത്തെ പറ്റി ചിന്തിക്കാം. ഇനി സുരേട്ടനുമായുള്ള വിവാഹം
എനിക്കിഷ്ടമല്ല. കഥവ് തുറന്നിടുന്നുകൊണ്ടാണ് കയറി വന്നത്. എനിക്ക് എല്ലാം മനസ്സിലായി. ഉഷയ്ക്ക് വിരോധമില്ലെങ്കിൽ വിപ്ലവത്തിന്റെ ഭൂമി നിങ്ങളുടെ മനസ്സ്, വിപ്ലവത്തിന്റെ വിത്ത് നിങ്ങളുടെ ചിന്തയിൽ. ഇവിടെ ഒരു ജാതിയേ ഉള്ളൂ, ഒരു മതമേ ഉള്ളൂ, മനുഷ്യൻ. നിങ്ങളുടെ കൈകളിൽ അണിഞ്ഞിരിക്കുന്ന മതത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിയൂ. നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനുള്ളത് അത് മാത്രമാണ്. നിങ്ങൾക്ക് നേടുവാനുള്ളത് മഹത്തായ ഒരു ലക്ഷ്യവും. സുരേഷ് വന്നിരുന്നല്ലേ? അയാൾ എന്ത് പറഞ്ഞു? എനിക്കറിയാം അയാൾ സമ്മതിക്കില്ലെന്ന്. ആദർശങ്ങൾ ആർക്ക് വേണമെങ്കിലും പ്രസംഗിച്ചുകൊണ്ട് നടക്കാം, പക്ഷെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പ്രയാസമാണ്. എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവനാണ് താൻ. പ്രായത്തിന്റെ അറിവ് തന്നേക്കാൾ എനിക്ക് കൂടുതലുണ്ട്. എനിക്ക് തന്നോട് ഒരപേക്ഷയേ ഉള്ളൂ. തന്റെ സഹോദരിയെ കരുതിയെങ്കിലും. ഇല്ലച്ച, എന്നെ നിർബന്ധിക്കരുത്. ആ പെൺകുട്ടി ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ ആ പെൺകുട്ടി ഗർഭിണിയാണ്. ആർക്ക് അനുവാദം ചോദിക്കാൻ വന്നിരിക്കുന്നു? തന്നെ വിശ്വസിച്ചതുകൊണ്ട് അപകടത്തിലായ പെൺകുട്ടി വിവാഹം കഴിക്കാൻ എന്റെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കരുതായിരുന്നു. അവളെയും കുട്ടി ഇവിടെ വരുന്നതായിരുന്നു ആണത്തം. ഒരു തേളിന്റെ നാട്ടിൽ പോലും തനിക്കില്ലാതെ പോയല്ലോ. ഛേ, ആ പെൺകുട്ടിയെ കൂടാതെ നിന്നെ ഈ വീട്ടിൽ കണ്ടുപോകരുത്. യു ഗെറ്റ് ഔട്ട്. ഉഷേ, വെഡിങ് കാർഡ് മുഴുവൻ ഞാൻ കത്തിച്ചു കളഞ്ഞച്ച. അയ്യോ ചാത്തമ്മേ, ഒന്ന് വേഗം ഒരുങ്ങി വാടി, മന്ത്രി അങ്ങ് പോവും. ഓ തുടങ്ങി. പിന്നെ നിന്നെ പെണ്ണ് കാണാനല്ലേ മന്ത്രി വരുന്നത്? അങ്ങനെ 4 വാക്കും പറഞ്ഞ് നാടകം മുറിച്ച് കൊടി വെച്ച കാറി കയറി അങ്ങ് പോവും. ചേടാ, ഇങ്ങേർക്കടെ ഒരു ധൃതി ഉണ്ടോ? ഇങ്ങനെ നാടൻ മുറിക്കാൻ പോകുന്നെന്ന് തോന്നുമല്ലോ. അല്ലേലും നിനക്ക് ഈയിടെയായിട്ട് നാടൻ മുറിക്കുന്നവരോടാ ഇഷ്ടം. എന്റെ നാവിലിരിക്കുന്നൊന്നും കേക്കണ്ട കേട്ടാ. നീ ഒരുങ്ങി കഴിഞ്ഞപ്പോ നിനക്കൊരു 16 വയസ്സേ തോന്നിക്കത്തുള്ളൂ. മോളെ മോളെ, ആ ഞങ്ങള് പോണേട്ടാ. ഉദ്ഘാടനം കഴിഞ്ഞേ വരത്തുള്ളൂ. ശരിയമ്മേ. കസ്തൂരി, കസ്തൂരി, കസ്തൂരി. നാട്ടിൽ ചെന്നിട്ട് എനിക്കൊരു സമാനം ഉണ്ടായില്ല. ഇപ്പൊ ഇവിടെ വന്ന് കസ്തൂരിയെ കണ്ടപ്പോ എന്താശ്വാസമായിരുന്നു. ഇത് തൂമ്പയും കൈക്കോട്ടും പിടിക്കുന്ന കൈയാണ്. ഈ തയമ്പ് പിടിച്ച കൈ കൊണ്ടൊരു കൊല ചെയ്യാനും പഠിക്കില്ല. കാമു എന്താണ് ഈ പറയുന്നത്? സാറേ, ഞങ്ങളുടെ പെണ്ണുങ്ങൾ മുടിയിൽ കൊടികുത്തിയിട്ടില്ലെങ്കിലും അല്പം കാണാൻ ചെയ്യാനുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്ന് വെച്ച് നിങ്ങൾക്കൊക്കെ ചവിട്ടി മതിക്കാൻ അവരെ കിട്ടത്തില്ല. രാമു എന്നെ പരീക്ഷിക്കാം.
ഇവിടെ ഒരു അഗ്നിപരീക്ഷ കഴിഞ്ഞു. ഇനി ആരെയും പരീക്ഷിക്കാൻ ഉദ്ദേശമില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോടൊക്കെ തെറ്റ് ചെയ്തു പോയി. അത് തിരുത്താനാണ് വന്നത്. എനിക്ക് കസ്തൂരിയോട് സംസാരിക്കണം. അതിനെന്താ, അവിടെ വിളിക്കാം. കസ്തൂരി, കസ്തൂരി, സാറിന് നിന്നോടാണ് സംസാരിക്കാനുണ്ടെന്ന്. ആ, സാറിന് എന്താണ് അവളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോകും. പറയാൻ മറ്റൊന്നുമില്ല. കസ്തൂരിയെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. കസ്തൂരിയെ? അതെ, കസ്തൂരിയെ വിവാഹം കഴിച്ചുകൊണ്ട് പോകാനാണ് വന്നത്. എന്ത്? സാർ എന്താ പറഞ്ഞത്? അച്ഛൻ്റെ അനുഭവത്തിന് വേണ്ടിയാണ് ഞാൻ പോയത്. അത് സാധിച്ചു. അത് നടക്കില്ല സാർ. ഞാൻ കസ്തൂരി വിവാഹം കഴിച്ചാൽ ആകാശം നിറഞ്ഞു വീഴില്ല. പക്ഷേ കസ്തൂരി ഇന്നെന്റെ ഭാര്യയാണ്. കസ്തൂരി എന്റെ എല്ലാമായിരുന്നു സാർ. ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. അവളെ വേദനിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ആരെയും അനുവദിച്ചിരുന്നില്ല. അവിവാഹിതയായ ഇവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അതിന് ഉത്തരവാദി ഇവളെ വിവാഹം കഴിക്കാനിരുന്ന ഞാനാണെന്ന് എല്ലാവരും പറഞ്ഞു. എനിക്കൊഴിയാമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിസ്സഹായായ പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കുമായിരുന്നുവെന്ന് സാർ ഓർത്തില്ല. സാർ പറഞ്ഞതുപോലെ ഇവൾ കാത്തിരുന്നു. ഇവളുടെ രഹസ്യം മറച്ചുവെക്കാനാവാത്ത അവസ്ഥയിലായിട്ടും സാർ തിരിച്ചു വന്നില്ല. ഞാനിനി എന്ത് ചെയ്യണം? സാറ് തിരിച്ചു പോകണം. ഇവളും എന്റെ കൂടെ സുഖമായി ജീവിക്കുക. എന്റെ ഭാര്യ കഴിഞ്ഞതെല്ലാം മറന്നു. എല്ലാം മറക്കാൻ അവൾക്ക് കഴിയുമതാമോ? അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ഞാൻ തന്നെയായിരിക്കും. സാർ പോകും. ഞാൻ തിരിച്ചു വന്നു. നിന്നെ സ്വന്തമാക്കാൻ ആശയോട് കൂടി തന്നെ. പക്ഷേ വിധി ഇതായിരുന്നു. ഞാൻ പോകുന്നു കസ്തൂരി. എന്റെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നെ ക്ഷമിക്കൂ. ഞാൻ പോകുന്നു ദാമോ.